ഇവര് കൂടുമ്പോ യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെ എൻ്റെ ഭാഷയാ കീർവാണം പറയും. IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് ഇങ്ങനെ കൂടുമ്പോഴേ TPN ഇതിങ്ങനെ ബ്രദർ. പണ്ടൊരാൾ ചോദിച്ചു, സിസ്റ്റർ ബ്രദർ ആണോ എന്ന് ചോദിച്ചു. അമ്മലും മാലയും കണ്ടില്ല. അപ്പൊ ചോദിച്ചാൽ സിസ്റ്റർ ബ്രദർ ആണോ? അപ്പൊ ഇവര് കൂടുമ്പോഴല്ല ഇങ്ങനെ ഈ സഭാ സ്പിരിറ്റാ. പള്ളി അത് യെരമ്യാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നീ വാതൊക്കെ നിൽക്കണം. പള്ളിയിലോട്ട് വരുന്നവരോടെല്ലാം പറയണം, ആദ്യം നടപ്പും പ്രവൃത്തി നന്നാക്കണം, വാതൊക്കെ നിൽക്കണം. അതന്നെ പള്ളി വളരെ കേമമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. വലിയ പണിയാ പള്ളിക്ക്. പക്ഷെ പള്ളിക്ക് അകത്തിരിക്കുന്ന ആൾക്കാരെല്ലാം നന്നാകണം. അമ്പരചുംബിയായ ദൈവാലയം പണിതത് കൊണ്ട് കാര്യമാകില്ല. യോഗ്യമായിട്ട് ആരാധിക്കാൻ ഇടവൊക്കെ വേണതിന് ഞാൻ എതിരുമല്ല. പക്ഷേ ബിൽഡിംഗ് അല്ല വിഷയം, അകത്തിരിക്കുന്ന ആളാ വിഷയം. ബിൽഡിങ്ങിനെ അല്ലല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനകത്തിരിക്കുന്ന ആളിനെയാ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവര് ഈ സ്വയപ്രശംസയാ. അപ്പൊ പ്രവാചകനോട് ദൈവം പറഞ്ഞു, വാതുക്ക നിൽക്കണം. അവിടെ ഇരിക്കും. എവിടെ പോവാ? അവിടെ ഇരി. എവിടെ പോവാ? അവിടെ ഇരിക്കാൻ. അതൊക്കെ പരുവത്തിന് ഇരുന്നോളും, നിങ്ങൾ ഇവിടെ. അപ്പോൾ യഹോവയുടെ മന്ദിരം എന്ന് നിങ്ങൾ കൂടി പറയുക. നിങ്ങൾ നടപ്പും പ്രവൃത്തിയും നന്നാക്കണം. പള്ളി ഗംഭീരമായിട്ട് പണിത് വച്ചിരിക്കുക, പക്ഷെ പള്ളിക്കകത്ത് പല പണികൾ നടക്കുക, വചനത്തിന് വിരുദ്ധം. മോനെ ഇനി ഇവിടെ ഒരു സീറ്റുണ്ട്, ഇങ്ങോട്ട് പോരും. ഇനി ഞാൻ ഇരുത്തിക്കോളാം, നിങ്ങൾ അവിടെ ഇരുന്നു. മുന്നോട്ടിരുന്നോ മോനെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സമയം കളയരുത്. നടപ്പും പ്രവൃത്തിയും നിങ്ങൾ നന്നാക്കണം. പള്ളിക്കകത്ത് എന്തുവാ ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് വന്ന് മുൻപോട്ട് പോവുക. ഒന്ന്, യഗസ്കേലിനെ ദൈവം തമ്പുരാൻ മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോയി യെരൂശലേമിന്റെ വടക്കേ വാതിൽക്കൽ കൊണ്ടുചെന്നു. കബാർ നദിയുടെ തീരത്ത്, ബാബേൽ സംസ്ഥാനത്ത് കബാർ നദിയുടെ തീരത്ത് ഈ യഹൂദന്മാരുടെ കോളനി ഉണ്ടായിരുന്ന ടെൽ അബീബ് കോളനി. അപ്പൊ ഈ കോളനിയിൽ ഇരിക്കുക മൂപ്പന്മാരുടെ കൂടെ. അപ്പൊ കൈ പോലെ വന്ന് നീണ്ട് മുടിക്കുത്തിന് പിടിച്ചേച്ച് മേളിലോട്ട് കൊണ്ടുപോയി. ആത്മാവ് ആകാശത്തിന് ഭൂമിക്ക് മധ്യ ഉയർത്തി. എന്നിട്ട് യെരൂശലേമിന്റെ വടക്കേ വാതിൽക്കൽ കൊണ്ടുചെന്ന് നിർത്തി. അപ്പൊ അവിടെ ചെന്നപ്പോ കണ്ടത് തീഷ്ണത ജ്വലിപ്പിക്കുന്ന പള്ളിക്കകത്താ, പള്ളിയുടെ അവിടെ തീഷ്ണത. തമിഴ് വായിച്ചത് എന്തുവാ? എരിച്ചിലോ? അച്ചായെന്ന് വായിച്ച ഇന്നലത്തെ വാക്ക് എരിച്ചിലാന്നല്ലേ? അത് തന്നെ വായിച്ച കേക്കട്ടെ എല്ലാവരുടെ. എരിച്ചില്. എരിച്ചിലുണ്ടാക്കുക. പള്ളിക്കകത്ത് വരുന്നവന് സമാധാനമാണ് ഉണ്ടാകണ്ടേ. ഇത് പള്ളി വിരിയുമ്പം നല്ല വാക്യവാ തമിഴില്ലേ. പള്ളി വിരിഞ്ഞു പോകുമ്പോ അടിയല്ല ഉണ്ടാകേണ്ടത്, സമാധാനത്തോടെ പോകണം. പള്ളിയിൽ വരുന്നവന് അവന് ആശ്വാസം ഉണ്ടാകണം. ക്രിസ്തു നമ്മുടെ സമാധാനം. എന്നോടൊരു ദൈവദാസൻ പറഞ്ഞു, അനീഷ ശനിയാഴ്ച ആകുമ്പോൾ ഇതിലെ ഒരു തീയാന്ന്, അടിവയറ്റിൽ കൂടെ ഒരു തീ. ഞാൻ ചോദിച്ചു, യോയിക്കുട്ടി ആത്മാവിലല്ല വെപ്രാളമാന്ന് പറഞ്ഞാണ്. ഞായറാഴ്ച സകല ഉണ്ണനും ഉടുക്കനും എല്ലാം വരുന്നതാ. ഒരു ഭാഷ പുള്ളി പറഞ്ഞത് ഞാൻ പൊതുവെ പറഞ്ഞാൽ വേണ്ട, പറയുന്നില്ല. സകല ഗുണ്ടാവണ്ടിക്കാരനും ഞായറാഴ്ചയാ വരുന്നത്. ഇവന്മാർ ഞായറാഴ്ച വന്ന് എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വെപ്രാളമായി, അടിയിൽ കൂടെ ഒരു തീയാന്ന്.
വെപ്രാളം. സ്തോത്രം. ചാണ്ടപ്പിള്ളച്ചാനാണോ? ആ, ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം അതിലേ പോയായിരുന്നു. വീടെല്ലാം അളിയൻ പറഞ്ഞ അളിയൻ്റെ വീടാന്ന്. ഞാൻ ഒരു പയ്യനെ അങ്ങോട്ട് വിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു ചാണ്ടപ്പിള്ളച്ചൻ, ഇല്ല എൻ്റെ വീട് അളിയൻ്റെ വീടാണ്. ആ ആയിക്കോട്ടെ, അളിയനും അളിയനും കൂടെ. ഇവിടെ കണ്ടങ്കേരില്ല, പഴയ വീട്ടുകാരാ, നിരണത്തെ പ്രധാനപ്പെട്ട കുടുംബമാണ്. ഈ വിശ്വാസമാർഗത്തിന് വേണ്ടി നിന്ന കണ്ടങ്കേരിയിലെ ഉമ്മച്ചായന്, ഓശുവാച്ചായന്, ഇവരെല്ലാം, അവരുടെ അപ്പച്ചൻ, വല്യപ്പച്ചൻ്റെ പെങ്ങള് മരിച്ചിട്ട് അവിടെ ഒന്നും അടക്കിച്ചില്ല. ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നവരാ. 100 കൊല്ലത്തും മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് വിയോജിതക്കാരാ, പഴയ വിയോജിതക്കാരാ കണ്ടങ്കേരിക്കാര്. അടക്കിയില്ല. പക്ഷെ വിശ്വാസത്തിൽ നിന്ന് അണുവേട്ട മാറിയില്ല. ആ ഡെഡ് ബോഡി വള്ളത്തെ കയറ്റി ചേനങ്കലിലൊരു ചിറയെ കൊണ്ടാണ് അടക്കിയത്. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് കുടുംബമാണ്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അരിമ്പുകയിലെ ഭവനം അങ്ങനെ തന്നെ. PYP സ്ഥാപിച്ചതിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്, തട്ടയിലെ ജോർജ് സാറ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവ പ്രശംസയായി ഇവർക്ക്. പള്ളിയിൽ വരുന്നവരെ സമാധാനം ഉണ്ടാകണം, ഇത് എരിച്ചിലുണ്ടായി പോവുക. തീഷ്ണത ജ്വലിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിന്റെ ഇരിപ്പടം. സ്തോത്രം. അസൂയ, ജലസി എന്ന ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത്. അസൂയ. എനിക്കൊന്ന് ഈ പള്ളിക്കാത്തിരിക്കുന്നവർക്കാ കൂടുതൽ അസൂയ. എൻ്റെ ഭാഷ പറഞ്ഞ പ്രാർത്ഥിക്കുന്നവർക്കാ കൂടുതലും. അല്ല, ഞങ്ങൾ ഉപദേശിമാരെ തന്നെ എടുത്ത ഞാൻ ഞങ്ങളുടെ കാര്യം ആദ്യം പറയണമല്ലോ, എന്നിട്ടല്ലേ പിന്നെ നിങ്ങളുടെ കാര്യം. ചില ദൈവദാസന്മാര് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോഗശാന്തിയും വിടുതലും അത്ഭുതവും ഒക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ ചില ആൾക്കാർ അസുഖം കൊണ്ട് പറയും സേവയാന്നാ തോന്നുന്നത്. ഇവൻ പ്രാർത്ഥിച്ച ഒരു പരട്ടച്ചൊറി പോലും മാറുകയല്ല. എടാ, കോപത്തോടാന്നില്ല സ്പർദ്ധയോടാന്നില്ല യേശുവിനെയല്ലേ പ്രസംഗിക്കുന്നേ. പ്രതിഫലം അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെയാണ്. യേശുവിന്റെ നാമമല്ലേ. സ്തോത്ര. അസൂയ ഭയങ്കര അസൂയയാണ്. ഒരാൾ നന്നായിട്ട് വചനം ശുശ്രൂഷിച്ചാൽ ഉപദേശിമാര് തന്നെ ചിലരെ അത് യോജിക്കുകയല്ല, ഉടനെ ഉറപ്പുകയും അലക്ഷ്യമാക്കുകയും ചെയ്യും. അസൂയയാണ്. എൻ്റെ ഒരു രീതി, നന്നായിട്ട് ആരെങ്കിലും ദൈവവചനം ശുശ്രൂഷിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാണ്. അത് ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ആരും വചനം നന്നായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പം നന്നായിട്ട് ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ അവർക്ക് സമയവും കൊടുക്കും. എത്ര മണിക്കൂർ വേണേലും ഇരുന്ന് കേൾക്കും. കാരണം നമുക്കില്ലാത്തൊരു വിശേഷത അവർക്കുണ്ട്. ഞങ്ങളുടെ സഭയിലെ ചിലരെ അവിടെ കൂട്ടായ്മയ്ക്ക് വന്ന് സാക്ഷ്യത്തിന് പാട്ട് പാടും. നന്നായിട്ട് കിളിനാദം പോലെ പാടുന്ന ചിലരുണ്ട്. അവർ പാടുമ്പോൾ ഞാൻ പാടുകയില്ല, കാരണം അത് നല്ല ശബ്ദമാണ്. നമ്മുടെ ശബ്ദം പണ്ടൊരു തള്ള പറഞ്ഞത് പാറപ്പുറത്ത് ചിരട്ട ഇട്ടൊരയ്ക്കുന്നത് പോലാന്ന്. അതാ സത്യവും. നല്ല കാര്യമല്ലേ. എൻ്റെ ശബ്ദം നല്ലതല്ല. അപ്പം നല്ല രീതിയിൽ പാടുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ശബ്ദം കുറയ്ക്കും. എന്നിട്ട് ഞാൻ കിടന്നലറുകയില്ല. അത് കേൾക്കരുതോ? നല്ലതാ. സ്തോത്രം. ചിലർ നന്നായിട്ട് വേദപുസ്തകം വായിച്ചു തരും. ഈ സോളി സിസ്റ്റർ ഞങ്ങളുടെ അവിടെ സഭയിലും ചിലരുണ്ട്, ഇവിടെയും ചിലരുണ്ട്. അത് നല്ല കാര്യമാണ്. നമുക്കില്ലാത്തൊരു വിശേഷത ഒരാൾക്കുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അസൂയ എടുക്കാതെ അഭിനന്ദിക്കുകയും ചെയ്യണം. ഒരാൾ നന്നായിട്ടൊരു മെസ്സേജ് പറഞ്ഞു, വിസിറ്റ് വന്ന പാസ്റ്ററോ അല്ലെ ലോക്കൽ പാസ്റ്ററോ, യോഗം കഴിയുമ്പോൾ നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ, ദൈവം എന്നോട് ഇടപെട്ടു. അത് അവർക്കൊരു ബലവും ദൈവനാമത്തിന് മഹത്വമാണ്. അതൊക്കെ അങ്ങനെ പറയണം. ഒരു പാട്ട് ഒരാൾ നല്ല പാട്ടായിരുന്നു, നന്നായിരിക്കുന്നു കേട്ടോ, നന്നായിരിക്കുന്നു. അസൂയ ഉണ്ടാകരുത്. 2 കാര്യത്തിന് മരുന്നില്ലെന്നാ പറയുന്നത്. ഒന്നിനിപ്പോൾ ഏതാനും മരുന്നല്ലെങ്കിലും പരിഹാരമായി വരുന്നുണ്ട്. എന്തുവാ? മറ്റേതിന് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല, ഏക്ഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. ഏക്ഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. അവിടില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, അസൂയയുടെ ഒരു വിത്തും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. ഒരാളൊരു നല്ല വീട് വെച്ചു, അസൂയപ്പെടരുത്. അവര് കയറി താമസം വിളിച്ചു, ഞാനങ്ങും പോകുന്നില്ല, എൻ്റെ വീട്
ഞാനിതിലും വലിയ വീട് എന്ന് പറഞ്ഞാൽ അമ്പാനിയുടെ അനിയനല്ലേ? അസൂയ കൊണ്ടാ. ഒരാളൊരു വീട് വെച്ച്, ചെറുതോ വലുതോ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് വെച്ചു. വിളിക്കുമ്പോൾ നീ സന്തോഷത്തോടെ പോകണം, പോയി സ്തോത്രം ചെയ്യണം. ദൈവമേ, അവര് വാടക കൊടുത്ത് അല്ലെ വാടക കൊടുക്കാനില്ലാതെ വളരെ ബുദ്ധിമുട്ടിയവരാ. ദൈവം അവർക്ക് ഒരു ഭവനം കൊടുത്ത് നന്ദി. അവരുടെ ആ സന്തോഷത്തിൽ നമ്മളും പോയി സന്തോഷിക്കണം. ഇതൊക്കെയാ നല്ല മനസ്സ്. ഉടനെ നമ്മളിരുന്ന് ചിലര് പറയുന്ന മുറി അധികം ഇല്ലെന്ന് തോന്നുന്നു. നിന്നെ കിടക്കാൻ വിളിച്ചോ? അവിടെ മുറി അധികം ഇല്ലെന്ന്. ചിമ്മിനി പണിതിട്ടില്ലെന്നാ തോന്നുന്നത്. ഇതൊക്കെ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? അവരുടെ സാഹചര്യം അനുസരിച്ച് അവര് പണിതത്. നമ്മൾ ചെന്ന് സന്തോഷിക്കുക എന്നുള്ളതാ. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നിട്ട് കുഞ്ഞുങ്ങൾ ഇവിടെ പാർക്കുമ്പോൾ ഒരു ദോഷവും ഉണ്ടാകരുത്. ഒന്നുമില്ലേ ചൂണ്ടിക്കാണിക്കരുതോ ഞങ്ങളുടെ സഭയപ്പെട്ടതാന്ന്. അതൊരു അന്തസ്സല്ലേ? ഉടനെ മാറി നിന്ന് കുരുക്കും കുഞ്ഞായ്മയും ഒപ്പിച്ച് അവരെ ഒന്നുമില്ല. ചെല്ലു പറഞ്ഞു, എങ്ങനെ ഒപ്പിച്ചു? പെയിന്റ് നല്ലതല്ലെന്ന് തോന്നും, പെട്ടെന്ന് ഇളകും. ഇതെല്ലാം പറയുന്ന അസൂയ കൊണ്ട് പറയുന്നതാണ്. ഒരാളൊരു നല്ല വണ്ടി മേടിച്ചു, സന്തോഷിച്ചോണം. ദൈവമേ, സൈക്കിള് പോലും ഇല്ലാതെ അതുങ്ങൾ ഒത്തിരി ടാക്സിയൊക്കെ പിടിച്ച് നനഞ്ഞു വെക്കുക നടന്നതാ. വളരെ ബുദ്ധിമുട്ട്. ദൈവം അവരോടും പറയണം നന്നായിരിക്കുന്നു. അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ സിംഹഭാഗം അസൂയക്കാരാ, സെക്കൻഡ് ഹാൻഡാന്ന് തോന്നുന്നു. ഉണ്ടോ? AC വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഉടനെ അതിനകത്ത് കയറിച്ച് കുരുക്ക, തണുപ്പ് വേണ്ടതുപോലെ. നീ അന്റാർട്ടിക്കയിലോട്ട് പോകും. അവന്റെ ആ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കും. ദൈവമേ, ഒരു വണ്ടി കൊടുത്തല്ലോ, നന്ദി. ദോഷമൊന്നും വരുത്തരുത്. നല്ല മനസ്സ് വേണം. സ്തോത്രം. നല്ല മനസ്സായിരിക്കണം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, അപ്പൊ ഈ പള്ളിക്കകത്ത്, അതുകൊണ്ടാണ് യിരെമ്യാവിനോട് പറഞ്ഞു, നീ പള്ളിയുടെ വാതിൽക്കൽ നിൽക്കണം. പള്ളിയുടെ വാതിൽക്കൽ നിന്ന് പള്ളിക്കകത്തോട്ട് വരുന്നവനോടെല്ലാം പറയാൻ നന്നാകാൻ പറയണം. അതിന് പള്ളിക്കകത്ത് എന്തെല്ലാം കൊന്തറാക്കൊള്ളി ഒപ്പിച്ച് വെച്ചിരിക്കുക. ഒന്ന് തീഷ്ണത, ജ്വലിപ്പിക്കുന്ന തീഷ്ണത, ബിംബം, അതിൻ്റെ ഇരിപ്പിടമാണ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, എടുത്ത വാക്യത്തോട് കൂറു പുലർത്തണം. എന്തായാലും ഇവിടുത്തെ യോഗം കൃത്യസമയത്ത് തുടങ്ങുകയും കൃത്യസമയത്താൽ 8 എനിക്ക് മൈക്ക് തരുമെന്നാണ് പറഞ്ഞ് കൃത്യമായിട്ടിനാണ് തരുന്നത്. 9:25 ചവിട്ടണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ ചവിട്ടി, ഇന്നും ഞാൻ ചവിട്ടും. 9:30 എല്ലാവർക്കും പോവുകയും ചെയ്യാം. വളരെ ഭംഗിയായിരിക്കുന്നു. സ്തോത്രം. അല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ആണെന്നല്ലോ, എല്ലാം കൃത്യമാകും. നല്ല കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് പള്ളിക്കകത്ത് കൊണ്ട് ബിംബത്തെ തീഷ്ണനാ ബിംബം യെരൂശലേമിന്റെ വാതുകല് മാത്രമാണോ? പ്രവാചകൻ ഇങ്ങനെ പള്ളി അകത്തോട്ട് കയറുന്നപ്പം ചുവരയിലെ ഒരു ചെറിയ ദ്വാരം, ഒരു തുള നോക്കിയച്ച് പുള്ളി നടന്നും പറഞ്ഞു, ഇഞ്ഞു വരാൻ പറഞ്ഞു. മനുഷ്യപുത്ര, അത് കണ്ടോ? ആ കണ്ടു. എന്തുവാ? ഒരു ദ്വാരം, ചെറിയൊരു ദ്വാരം. ഒന്ന് കുത്തി തുറന്നേ. പുറമേ നോക്കിയപ്പോ ചെറിയ ദ്വാരമാ. കുത്തി തുറന്ന് ചെന്നപ്പോ അതിനകത്ത് വേറൊരു വാതില്. 7-ാം വാക്യം വായിച്ചേ. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം, ചെറിയൊരു ദ്വാരം, സുഷിരം, ചെറിയൊരു സുഷിരം. അവൻ എന്നോട് അതൊന്ന് കുത്തി തുറന്നേ. കുത്തി തുറന്നാറേ അതിനകത്തൊരു വാതില്. ആ വാതിലിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സീക്രട്ട് വാതിൽ എന്നാ. പുറമെ നോക്കിയാൽ ചെറിയ ദ്വാരമാ, പക്ഷെ കുത്തി തുറന്ന് അകത്തോട്ട് ചെന്നപ്പം ഞാനൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. സകല സീക്രട്ടും ദൈവം പൊളിക്കും. ഇപ്പൊ സകല സീക്രട്ട് മൊബൈലിനകത്താ, ഇല്ലേ? എല്ലാം ലോക്കാ. എൻ്റെ മൊബൈലിന്റെ ലോക്ക് ഇവന് വരെ അറിയാം. എത്രയാടാ? ആ വന്നോടനെ അതാ കണ്ടുപിടിച്ചു. എത്രയാടാ? 1 2 3 4. എല്ലാരും കേൾക്കും. അതിനെ അങ്ങനെ എനിക്ക് സീക്രട്ടൊന്നും ഇല്ല. നമ്മുടെ ആരോടെങ്കിലും പറയുമോ? ഇല്ല, പറയത്തില്ല. ആരും പറയിപ്പിക്കാനല്ല. അല്ല, എല്ലാം പറയാനും ഒക്കത്തില്ലല്ലോ. ഇവൻ വലിയ വില്ലനാ. വന്നോടനെ അവൻ അതാ കണ്ടുപിടിച്ചേ.
നീയാന്ന് ഇവന് പറഞ്ഞു കൊടുത്തു, അതോ അവൻ തന്നെ കണ്ടുപിടിച്ചോ? സകലതും ഇതിനകത്തല്ലേ. ദൈവത്തിന്റെ മഹത്വം. വേദപുസ്തകം മറന്നാൽ ആർക്കും വെപ്രാളമില്ല, പക്ഷെ മൊബൈൽ മറന്ന വെപ്രാളമാ. ദൈവദാസനെ ഇവിടെ അവിടെ ഉണ്ടോ കസാര? എല്ലാവർക്കും വെപ്രാളമാ. സകല സീക്രട്ടും ദൈവത്തിന്റെ മഹത്വം. ചെറിയൊരു സുഷിരം കുത്തി തുറന്നപ്പം വേറൊരു വാതില് അതിനകത്ത്. ആവശ്യമില്ലാത്ത ഫോട്ടോ, മെസ്സേജുകൾ, പിന്നെന്തൊക്കെയാ ഏതാണ്ടെല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ രീതികളല്ലേ. ഞാനെപ്പോഴും പറയും, ഭാര്യയുടെ മൊബൈൽ ഭർത്താവിൻ്റെയിലും ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യയുടെയിലും ഒരു 2 ദിവസത്തേക്ക് കൊടുക്കണം. നടക്കും. കൊടുക്കുന്നവരുണ്ട്. ദൈവത്തിന് മഹത്വം. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. ചെറിയ സുഷിരമാകേണ്ടത് കുത്തി തുറന്നപ്പോൾ അതിനകത്ത് വേറൊരു വാതില്. തലവിടിയിലെ സഹോദരിയല്ലേ? ദൈവത്തിന് മഹത്വം. അവൾ സകല രഹസ്യങ്ങളെയും ദൈവം പുറത്തു കൊണ്ടുവരും. അവിടുന്ന് ഉൾപ്പൂവുകളെയും നിലവുകളെയും ആരായുന്നവനാ. അറക്കകത്ത് സംസാരിക്കുന്നത് ദൈവത്തിന് മഹത്വം. അവനുമായിട്ടാ കാര്യം. അതുകൊണ്ട് പള്ളിയുടെ മാർഗം നിന്ന് ഇവരോട് പറയണം, നടപ്പും പ്രവൃത്തി നന്നാക്കണം. പള്ളി എന്ന് പറഞ്ഞിരുന്നാ പോരാ, ഒത്തിരി കാര്യം നിന്ന് പറയേണ്ടതുണ്ട്. 14-ാമത്തെ വാക്യം വായിച്ചേ. എങ്ങനുണ്ട്? തമ്മൂസിനെ കുറിച്ച് വിലപിക്കുക. എൻ്റെ തമ്മൂസ് പറഞ്ഞ് പെണ്ണുങ്ങളെല്ലാം കൂടെ അലക്കുക. ഉൽപ്പത്തി 10 എടുക്കണം, നിമ്രോദ് മുതൽ തുടങ്ങണം. സെമീറാമീസും അവിഹിത ബന്ധവും അതിൽ ജനിച്ച കുഞ്ഞും, അത് പിന്നെ തമ്മൂസിനെയും സെമീറാമീസും ഒക്കെ ചരിത്രം പറയുമ്പം മഡോണ, ലോകമാതാവ് കൊച്ചുമായിട്ട് നിൽക്കുക. അപ്പനെ വിളിച്ചൊരു അപ്പനെ നിർത്തിക്കൊണ്ട് നമ്മൾ പറയുക എന്താ അടഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. തിരുക്കുടുംബം. തമ്മൂസിനെ കുറിച്ച് മാറത്തടിച്ച് വിലപിക്കുന്നു. നിയമപ്രകാരം ജനിച്ച കുട്ടിയല്ല. അതൊക്കെ വെച്ചാണ് ഡിസംബർ 25 നക്ഷത്രം തൂക്കാനിരിക്കുക പലതും. ഇപ്പം പെന്തിക്കോസുകാരുമൊക്കെ നക്ഷത്രം തൂക്കുന്നുണ്ട്. ഉണ്ട്. ഞാനിതിനോട് ചോദിച്ചു, നക്ഷത്രം പിന്നെ അങ്ങനല്ലേ വാക്യം, നക്ഷത്രം കണ്ടത് കൊണ്ട് അത്യന്തം എന്നാ ചെയ്യുക? ഈ വെളിവില്ലാത്തതിനോടൊക്കെ ഇനിയും പറഞ്ഞിട്ടും. അപ്പൊ എന്തായാലും ഈ പഴയ മാമൂലുകളുമെല്ലാം ഇതിനകത്ത് വന്ന് കയറി. 16-ാമത്തെ വാക്യത്തിൽ ആ സൂര്യ നമസ്കാരം അല്ലേ? അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെ മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുന്നു. എങ്ങനുണ്ട്? സൂര്യാരാധന, ദൈവാരാധനയൊന്നുമല്ല. പിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒന്നും നീ ആരാധിക്കരുതെന്നാ വേറെ പുസ്തകത്തിൽ പ്രമാണം കൊടുത്തത് ദൈവം ഇസ്രായേലിന്. ആകാശരാജ്ഞിക്ക് അപ്പം ചൂടരുത്, സൂര്യനെയും ചന്ദ്രനെയും ഒന്നും നമസ്കരിക്കരുത്, നക്ഷത്രങ്ങളെയും നീ നമസ്കരിക്കരുത്, നക്ഷത്രദേവനെയും നീ ആരാധിക്കരുത്, ആകാശരാജ്ഞിയെ അങ്ങനെയൊക്കെ പണ്ട് പറഞ്ഞത്. ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം കൂടെ അവിടെ ഇരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഈ പള്ളിക്കകത്ത്
എന്നിട്ട് രഹസ്യ അറയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു പലതിനെ. 9-ാം വാക്യം വായിച്ചേ. ആ, ആ, സകലവിധ എന്ന് പറഞ്ഞ എഴഞ്ഞു നടക്കുന്നത്. ആ, ഇടയാതി സകല കൊന്ത്രാക്കൊള്ളിയുണ്ട് പള്ളിക്കകത്ത്. മലയാളത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നേ? ആ, ഇഴജാതികളെയും മൃഗങ്ങളെയും ആ മുഴുവൻ വരച്ചു കുറിച്ച് വെച്ചിരിക്കുക. ഇതിനോട് ചേർത്ത് റോമാലേഖനം 1:21 മുതൽ താഴോട്ട് വായിരും. അവര് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ ആ നിരൂപണങ്ങളിൽ ഇവര് വ്യർത്ഥരായി തീർന്നു. പിന്നെ അയ്യോ, വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോയി. ജ്ഞാനികൾ എന്ന് ലോകപ്രകാരം ജ്ഞാനികളാ, PhD വരെ ഉണ്ട്, പക്ഷെ ഇരുണ്ടിരിക്കുക ഹൃദയം. PhD ഉണ്ട്, ജ്ഞാനികൾ എന്ന് പറഞ്ഞവരുടെ ഹൃദയം മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എങ്ങനുണ്ട്? ദൈവത്തിന് മഹത്വം. ഇതിനോട് ചേർത്തൊക്കെ പാട്ട് വരുന്നുണ്ട്, പക്ഷെ ആ പാട്ട് പാടി ആ തല്ലുകൊണ്ട് ഊപ്പാട് വരും, അതുകൊണ്ട് പാടാത്തതാ. ദൈവത്തിന് മഹത്വം. അക്ഷയനായ ദൈവം, മാറ്റമില്ലാത്ത, ക്ഷയിക്കാത്ത, നിത്യനായ, സർവജ്ഞനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ളതാക്കി കാണിക്കുക. പക്ഷി, മൃഗജാതി, ഇടജാതി, മനുഷ്യജാതിയുടെ രൂപസാദൃശ്യമായി ജ്ഞാനികളെന്നാ പറയുന്നത്, പക്ഷെ യാതൊരു ബോധവും വെള്ളിയാഴ്ചയില്ല. അപ്പൊ ഇങ്ങനെ പള്ളിക്കകത്ത് ഈ വിധത്തിലുള്ള മ്ലേച്ഛതകളാ. രഹസ്യത്തിൽ ഇരുട്ടി കൊണ്ടുവന്ന് രഹസ്യം ഇറങ്ങിക്കൊണ്ട് ഇതെല്ലാം കൊണ്ട് പ്രതിഷ്ഠിച്ചു. സ്തോത്രം. ആ 17-ാം വാക്യം വായിച്ചു. ഒത്തിരി പറയാനുണ്ട്. 17. അപ്പോൾ അവർ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ യഹൂദഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ? അയ്യോ, ഇവരിവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ എന്തുവാ? അവരെന്നെ അധികം കോപിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നു. അടുത്തത് കണ്ടില്ലേ? അവർ ചുള്ളി കൊണ്ടുവന്ന് മൂക്കാലെ തൊടുവിക്കുന്നത്. കുരിശിനെ മുത്തുന്ന ചുള്ളി ഇങ്ങനെ വെച്ചാ പോരെ, 2 ചുള്ളി. കണ്ടിട്ടില്ലേ ചുള്ളിയായിട്ട് കിടക്കുന്നേ? ഉണ്ടേ ചുള്ളിക്ക്? ഇതല്ലേ ചുള്ളി. സ്തോത്രം. കണ്ടില്ലേ ഇവര് കാണിക്കുന്ന മ്ലേച്ഛത? കമ്പേലല്ല മുത്തേണ്ടത്, ആ കമ്പേൽ ഒരുത്തൻ കിടന്നു. തടിക്കഷണത്തേലല്ല മുത്തേണ്ടത്, ആ തടിക്കഷണത്തിൽ ഒരുവൻ ജീവനെ തന്നിട്ടുണ്ട്, അവിടുത്തെയാ ചുംബിക്കേണ്ടത്. അതാ 2-ാം സങ്കീർത്തനം 12. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. രക്ഷപ്പെടണമെങ്കിൽ, മോക്ഷം പ്രാപിക്കണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ ചുംബിക്കേണ്ടത് കുരിശിനെയല്ല, കുരിശിൽ മരിച്ച ഒരുവനുണ്ട്. അത് നസറായനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒരു ചുന്നിഞ്ച തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകും ജഗാന്മേ കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകും. അവനീജസുതൻ മഹിമോന്നതന, അവനീശ്വരനിൽ ബഹുവന്ദിതന, അവനീമിതമേഴ സമാനമുഴം നദു കാണി പാപികള നരർക്കായി കുരിശും നിജതോളിലടു തൊരുവൻ ഗിരിമേൽ കരേറി പോകും. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നടക്കുക.
പള്ളിക്കകത്തായി ഇതെല്ലാം പള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുക യഹൂദന്റെ. മാത്രമാണോ 4:20 വായിച്ചങ്ങ് വിടാം. ഇരമ്യാവ് ആ 7:20 ഒന്ന് വായിച്ചേ. യഗസ്കേല് 7:20 4:20 യഗസ്കേല്. ആ അതാ അതെത്രയാ? 7:20 വായിര്. ആ അപ്പൊ ആഭരണം ഡംബത്തിന് അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇത് പറയുമ്പോ അത് പറയണ്ടായോ? പിന്നെ ഒന്നുകൂടെ വായിര്. ഏതുകൊണ്ട്? അടുത്ത 2 വാക്യം മേളിൽ കയറ്റി വായിര്. പിന്നെ അടുത്തത് സകല മുഖങ്ങളിലും ലജ്ജയും. അടുത്തത് വെള്ളി വീതികളിൽ എറിഞ്ഞു കളയും. പൊന്ന് മലമായി അമേധ്യം വിസർജ്യ വസ്തുവായി തോന്നും. അപ്പൊ വെള്ളിയും പൊന്നും. അടുത്തത് അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ ദൈവത്തെ കർത്താവിന്റെ കോപ ദിവസം വരാൻ പോവുക. വെളിപ്പാട് 6:12 മുതൽ വായിച്ച ഇത് മറിക്കാതെ കണ്ട്. വെളിപ്പാട് 6:12 മുതൽ 6-ാം മുദ്ര മൊത്തം 7 മുദ്രയാ. 7-ാമത്തെ മുദ്രയിൽ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സംഭവമാണ് 6:12 വായിര്. 6-ാം മുദ്ര കുഞ്ഞാടാ മുദ്ര പൊട്ടിക്കുന്ന കേട്ടോ, അല്ലാതെ സെൻട്രൽ പാസ്റ്റർ അല്ല, ഓവർസിയർ ഒന്നുമല്ല മുദ്ര പൊട്ടിക്കുന്നത്, സൂപ്രണ്ടും അല്ല, പ്രസിഡന്റും അല്ല, സഭയുടെ സെക്രട്ടറി ഒന്നുമല്ല മുദ്ര വന്ന് 6:1 വായിര്. ആ കുഞ്ഞാടാ പൊട്ടിക്കുന്നത്. അതെന്താ കുഞ്ഞാടിന്റെ വിശേഷത? അവൻ യോഗ്യനാ. 5:5 വായിച്ച് വെളിപ്പാട്. അപ്പൊ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാഗോത്രത്തിന്റെ അതാ യഹൂദാഗോത്രത്തിന്റെ സിംഹമായി കുഞ്ഞാട് യേശു. സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആർക്കും വഴിമാറാത്തതാ സിംഹം. സ്തോത്രം. യഹൂദാഗോത്രത്തിന്റെ സിംഹം. ആ സിംഹമാകുന്ന കുഞ്ഞാടാ മുദ്ര പൊട്ടിക്കുന്നത്. അതുകൊണ്ട് ആർക്കും എതിർക്കാനും ഉടക്കാനും ഒക്കത്തില്ല. 6-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിക്കുക. ഇനി 6:12 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ എന്ന് പറഞ്ഞാൽ ആ സൂര്യനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, രക്ഷിക്കാൻ. കരിമ്പടം പോലെ കറങ്ങാനിരിക്കുക. വല്ല ബോധമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? സൂര്യൻ കരിമ്പടം പോലെ കറക്കും. പിന്നെ ചന്ദ്രനും പരുവക്കേടാകും. പിന്നെ അത്തിവൃക്ഷം പെരുങ്കാട്ട് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ. അന്നേരം നമ്മൾ പറയാ, എൻ്റെ തങ്കമ്മേ, എൻ്റെത് മകവാന്ന് നക്ഷത്രം. ഇതെല്ലാം കൂടെ പൊടപെടപെടാന്ന്. ഞങ്ങളുടെ അമ്മാമ്മയുടെ ആയില്യമാ, എൻ്റെ ഹസ്ബൻഡിന്റെ അത്തമാ. തള്ള ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് താഴോട്ട് വീഴാൻ പോവാ. നീ ഉമ്മ വട്ട് പറയാതെ. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിട്ട് കായ് ഉതിർക്കുന്നത് പോലെ. എങ്ങനുണ്ട്? അടുത്തത് പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം. പിന്നെ എല്ലാ മലയും സ്വസ്ഥാനത്ത് നിന്ന് എല്ലാ മലയും ഇളകും. എല്ലാ മലയും പരിമല വരെ. പരിമല ഇളകും, ആനമല ഇളകും, മലയാറ്റൂർ മല, എല്ലാ മലയും ഇളകുമെന്ന. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ തരിക, ചുമ്മാ ഇരിക്കുകയല്ലയോ. എല്ലാ മലയും ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും സകല ബല ജിമ്മ് ജൂഡോ ഒക്കെ ഇളകുവെന്നായി പറഞ്ഞത്. ചില പറയത്തില്ലേ, പുള്ളി 10 ഇഷ്ടിക ഒറ്റ വെട്ടിന് കുഞ്ഞാടിന്റെ കോപം വരുമെന്ന് ഇറ്റുകെട്ട ചോടിയ ഓട്ടം. നാട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. മിസ്റ്റർ കേരള, കുഞ്ഞാടിന്റെ കോപം വരുമ്പോൾ മിസ്റ്റർ കേരള ഓടുന്ന ഓട്ടം. വായിച്ചു.
ആ ഗുഹകളിലും മലപ്പാറകളിലും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ആ ഞങ്ങളുടെ മേൽ വീഴുവീൻ. ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിലിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ ആ വണ്ണവും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണവും ആ ഞങ്ങളെ മറപ്പീൻ. കുഞ്ഞാട്ടിന്റെ കോപ ദിവസം വരും നേരം, കുഞ്ഞാട്ടിന്റെ കോപ ദിവസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം, ഓടും ദുഷ്ടർ തേടും രക്ഷ. ഓ ഈ ലോക സ്നേഹിതന്മാർക്ക് പ്രീതി റുമേ, ഈ ലോക സ്നേഹിതന്മാർക്ക്, ഈ ലോകം നിന്നെ വെറുക്കും നീ അന്ധന തീരുമേ. ഈ ലോകം ഇതിന്റെ അല്ല, ഇത് കൂട്ട് നിൽക്കണം, അതിന്റെ ഇച്ചിരി കുറയ്ക്കണം. ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതി റുമേ, ഈ ലോക സ്നേഹിതന്മാർക്ക് റുമേ, ഈ ലോകം നിന്നെ വെറുക്കും നീ അന്ധനായി തീരുമേ, ഈ ലോകം നിന്നെ വെറുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ആ കുഞ്ഞാടിന്റെ കോപ ദിവസം, ആ കോപ ദിവസത്തിൽ നിന്ന് ഇനി നമ്മളെ യഹസ്കേലിൽ വരണം. ആ കോപ ദിവസത്തിൽ നിന്ന് ഇവരുടെ വെള്ളിക്കും പൊന്നിനും വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും, വെള്ളി വീതികളിൽ എറിഞ്ഞു കളയും, പൊന്നവർക്ക് മലമായി തോന്നും, പൊന്ന് മലമായിട്ട് തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപം യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. കഴിയത്തില്ല. പിന്നെ അതിനാൽ അവരുടെ വിശപ്പ് അടങ്ങുകയില്ല, ഇതുകൊണ്ട് വിശപ്പ് വല്ലതും അടങ്ങുവോ? അവരുടെ വയറ് നിറയുകയുമില്ല. വയറൊന്നും അറിയത്തില്ല. അത് അവർക്ക് അകൃത്യ ഹേതുവായി. ഇത് അകൃത്യ ഹേതുവാ. ഏതാ ഈ വെള്ളിയും പൊന്നുമല്ല, അകൃത്യ ഹേതുവാ. വേണോ വേണ്ടയോ നിന്ന് തീരുമാനം എടുത്തോണം. എന്നെ ഇറകണ്ണിട്ട് നോക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ വല്ലതും? ഇത് അകൃത്യ ഹേതുവാ. പിന്നെ അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി ആ. അവർ ഡംഭത്തിനായി ഇത് പ്രയോജനം. ആഭരണം ഡംഭത്തിന് വേണ്ടിയാ. അതെ, ഞാനൊന്നും പറയുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. നിങ്ങളുടെ ഇരിപ്പം കണ്ടിട്ട് ഞാൻ എഴുതി വെച്ചതാന്ന് തോന്നുന്നു. എന്നെ ഇങ്ങനെ ചരിഞ്ഞുള്ള നോട്ടം ഞാനവിടുന്ന് വന്നപ്പോൾ എഴുതിക്കൊണ്ട് വന്നതൊന്നുമല്ല. ഇതൊക്കെ ദൈവം നേരത്തെ വെച്ചിരിക്കുന്ന പ്രമാണങ്ങളാ. ഇനി കമ്മലും മാലയും ഊരിയത് കൊണ്ട് മാത്രം കാര്യമോ ആയില്ല. സ്തോത്രം. മുമ്പേ പറഞ്ഞതുപോലെ നടപ്പും പ്രവൃത്തി നന്നാക്കണം. നടപ്പും പ്രവൃത്തി നന്നാക്കുന്ന കൂട്ടത്തിൽ ഇതുമെല്ലാം അങ്ങ് നന്നാക്കണം. മൊത്തത്തിലൊന്ന് ഇന്നാളൊരാൾ ചോദിച്ചു പെയിന്റ് അടിക്കാം. ഏതായാലും ചിലവ് വന്നാൽ പിന്നെ മൊത്തം അങ്ങ് അതാ ഒരു മുറി അടിച്ചാൽ മതിയോ? ഏതായാലും ചിലവ് വന്നാൽ പിന്നെ മൊത്തം അങ്ങ് നടപ്പ് അത് മൊത്തം അങ്ങ് നന്നാക്ക്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അവരുടെ കല്യാണമാ. അപ്പൊ കല്യാണത്തിന് വേണ്ടി മുന്നോടിയായിട്ട് ഒരു കല്യാണം നടക്കാൻ പോവുക. അപ്പൊ നേരത്തെ ഇതെല്ലാം ഒന്ന് നന്നാക്കുന്ന പെയിന്റൊക്കെ ഒന്ന് അടിച്ച് പ്രയാസമുള്ളിടത്തൊക്കെ ഒന്ന് നന്നാക്കി. ദൈവത്തിന് മഹത്വം. എല്ലാം നല്ലതാ. അപ്പൊ ഇത് അകൃത്യകേതുവാ. അകൃത്യകേതു. ഈ അകൃത്യകേതുവായ ഒരു കാര്യത്തിൽ ഇടപെടരുത്. അപ്പൊ ഇവര് പള്ളിയുടെ മുന്നിൽ നിൽക്കുക. അപ്പം യിരെമ്യാവ് ഈ കാര്യമെല്ലാം കർക്കശമായി പറയുകയാ, നിങ്ങൾ നന്നായി പോകണം, നല്ല രീതിയിൽ പോകണം. ഇങ്ങനെയുള്ള ഈ പള്ളി വിട്ടേച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല യഹൂദന്. അപ്പൊ ഈ എബ്രായ വിശ്വാസികളെ പഠിക്കുമ്പോൾ ഇവര് യഹൂദ മതം വിട്ടു വന്നവരാ. ഒന്ന് ഈ പള്ളി വിട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നു. ഇവിടെ വന്നപ്പോൾ പള്ളി ഒന്നുമില്ല. മരത്തിന്റെ ചോട്ടിലും പടകിലും മലയുടെ പുറത്തുമൊക്കെ ഇരുന്ന കൂട്ടായ്മ. യോഗം നടത്താൻ സ്ഥലമൊന്നുമില്ല. പെസഹ നടത്താൻ തന്നെ സ്ഥലമില്ല. ശിഷ്യന്മാർ പറഞ്ഞു, എവിടാ നമ്മൾ നടത്തുന്നതെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ നഗരത്തിലോട്ട് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് വരും. അവൻ്റെ കുടം തൊഴിച്ച് താഴെ ഇടരുത്. അവൻ്റെ പുറകെ പോകണം. അവനൊരു വലിയ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളും ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ വീട്ടുകാരെന്നാന്ന് ചോദിക്കും. പറയാം, കർത്താവിന് പെസഹ ഒരു കനശാല. അപ്പം അതൊക്കെ ശുശ്രൂഷയൊക്കെ കഴിയുമ്പം വിശന്ന് പ്രാണം തല്ലിയായി പോകുന്നത്. അതുകൊണ്ട് അവർക്ക് അത്തിയെ നോക്കി ഒന്നുമില്ല. ഒരിക്കലും ശിഷ്യന്മാർ ആരുടെയോ വയലിറങ്ങി കതിര് പറിച്ചു തിന്നു. വിശപ്പ് കൊണ്ടാ. ശുശ്രൂഷയൊക്കെ നല്ലതാ, പക്ഷേ
ഭൗതികമായ വലിയ മെച്ചമൊന്നും വരുന്നില്ല. പിന്നെ ചിലർ അത്താഴത്തിനും 1-2 പേര് മുത്താഴത്തിനും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ദൈവത്തിന് മിക്കപ്പോഴും വിശപ്പാ, പക്ഷേ ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്. അപ്പൊ യഹൂദന് ഈ പള്ളി വിട്ടേച്ച് വരിക എന്നുള്ള ചെറിയ കേസല്ല, പ്രശംസാ വിഷയമാ പള്ളി. ഈ യഹൂദ ഇവർ എബ്രായ വിശ്വാസികൾ സിംഹമാകുക യഹൂദ മതത്തിൽ നിന്ന് വന്നവരാ. മാത്രമാണോ, ജാതിയിൽ വളരെ ഉന്നത ജാതിയായ യഹൂദൻ, ആ ജാതിയുടെ ഒരു തണ്ടുമൊക്കെ ഇവർക്ക് ഉണ്ട്. ഗുണമുണ്ട്, ദോഷവുമുണ്ട്. ജാതിയുടെ വൈശിഷ്ട്യം ആ റോമാലേഖനം 9:3 ഇന്നലെ വായിച്ചതല്ലേ, ഒന്നുകൂടെ വായിച്ചോ. യഹൂദന്റെ വിശേഷത. അടുത്തത് അപ്പൊ ഇവരുടെ ക്വാളിറ്റി, അവർ ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും ഇതെല്ലാം അവർക്കുള്ളതാ, യഹൂദന് മാത്രമുള്ളതാ. പിന്നെ പിതാക്കന്മാരും അവരുടെ ആ പിതാക്കന്മാർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് അവർ വിളിച്ച് പ്രാർത്ഥിക്കും. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും അല്ലെ ഇസ്രായേലിന്റെയും അല്ലെങ്കിൽ യാക്കോബിന്റെയും ദൈവം എന്നൊക്കെ അവരാ വിളിക്കുന്നത്. നമ്മൾ ഉണർവ് കയറി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നൊന്നും കയറി വിളിക്കരുത്. വിളിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകും. നമ്മൾ പിതാക്കന്മാരുടെ ദൈവം എന്ന് വിളിച്ചാൽ കുന്തമായിട്ട് പുള്ളി വരും. മനസ്സിലായില്ല? മേരിക്കുട്ടി എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? സ്തോത്രം. ഉണർവ് കയറിയേ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ വിറപ്പിച്ചൊന്നും വിളിക്കരുത്. വിളപ്പിച്ച മറ്റേ പുള്ളി വരും. കടമറ്റത്തി ജോലിക്കുട്ടി എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിച്ച് കടമറ്റത്ത് അറിയത്തില്ലേ? പുള്ളി വരും. പരുമല നാളെ മഞ്ഞനക്കരയെന്ന് പുള്ളി കയറി വരും. വേളാങ്കണ്ണിന്ന് വള്ളയും കൊച്ചും കയറി ട്രെയിൻ കയറി ആയിരിക്കും മിക്കാറും വരുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പലരും വരും. എല്ലാവരുടെയും ഒന്നും പേര് പറയാൻ ഇപ്പം ഒക്കത്തില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നമ്മുടെ പിതാക്കന്മാരെല്ലാം ഇവിടങ്ങളിൽ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ എന്ന്. നീ ആ മാനസാന്തരപ്പെട്ട് യേശുവിനെ ദൈവവും കർത്താവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്തത്. യേശുക്രിസ്തുവാണ് ഏക ദൈവം, യേശുക്രിസ്തുവാണ് സത്യദൈവം. അപ്പൊ ഇവിടെ പിതാക്കന്മാർ അവർക്ക് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പിതാക്കന്മാരും അവർക്കുള്ളത്. അടുത്തത് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന്. ഇത് യഹൂദന്റെ വിശേഷതയാ. ന്യായപ്രമാണവും പുത്രത്വവും വാഗ്ദത്വവും നിയമങ്ങളെല്ലാം അവർക്കാ, പിതാക്കന്മാരും അവർക്കാ. ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല. യഹൂദന് കുഴപ്പമുണ്ട്. ചില ആൾക്കാർ ഇപ്പോഴും പറയും ഞങ്ങൾ യഹൂദന്മാരാന്ന്. നാട്ടിലൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നാളെ ഒരാൾ ഞങ്ങൾ യഹൂദന്മാരാ. ഒരു തള്ള പറഞ്ഞു ഇത് ബെന്യാമീൻ രക്തമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. യഹൂദന്മാരാന്ന്. ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് അയനാ എൻ്റെ പോരെന്ന് പറഞ്ഞു. ഇതുപോലെ കൊള്ളുകയില്ലാത്തൊരു കുഴപ്പമുണ്ട്. എന്തുവാ കുഴപ്പം? വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15. യഹൂദന്റെ കുഴപ്പടി 7 കൂട്ടം കാര്യമാ. വായിര്. എങ്ങനുണ്ട്? നല്ലതാ. യേശുവിനെ കൊന്നവന്മാരാ. യേശുവിനെയും കൊന്നു, സ്വന്തം പ്രവാചകന്മാര് കൊന്നവന്മാരായ യഹൂദന്മാര്. ഞാൻ എഴുതിയതല്ല, പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന. അടുത്തത് സുവിശേഷ വേലക്കാരെ ഇതുപോലെ തുരത്തിയവന്മാര് വേറെ ഇല്ല. സത്യവചനം പറയുന്നവരെ ഓടിച്ചവന്മാരായ യഹൂദൻ. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവന്മാരാ. പേര് യഹൂദൻ എന്നാ, പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവര്. പിന്നെ സകല എണ്ണത്തിനും വിരോധികളും. എല്ലാവരുടെ കയറി ഉടക്കല്ലേ അല്ലേ? മിണ്ടുന്നില്ല. സകല ആൾക്കാരോട് കയറി. പിന്നെ
ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനാൽ ആ. ഞങ്ങൾ അവരോട് ജാതികൾ യേശുവിനെ അറിയുന്നതിനോടൊന്നും ഇവർക്ക്, ദൈവത്തെ അറിയുന്നതിന് ഇവർക്ക് ഇഷ്ടമല്ല. ദൈവം ഇവരുടേത് മാത്രമാണെന്നും പറഞ്ഞിരിക്കുക. വേറെ ആരും ദൈവത്തെ, കൃപയെ വന്ന ചില ആൾക്കാർക്കും അങ്ങനെ, പത്രോസിനൊക്കെ ആ സൂക്കേടുള്ളവരായിരുന്നു. പിന്നെ കർത്താവ് തുപ്പട്ടി ഇറക്കി കാണിച്ചപ്പം കുറേ വന്നേ ഉള്ളൂ. കാരണം അവിടുന്ന് കക്ഷികൾ വന്നപ്പോൾ ഇയാളെ നേരെ പ്ലേറ്റ് തിരിച്ചു. അന്നേരം എൻ്റെ ഭാഷ പൗലോസ് നല്ല പെരുക്ക് ഇതിന് മര്യാദ കാണിക്കണമെന്ന് പറഞ്ഞു. അമ്മ അവിടെ ചെല്ലുമ്പോൾ നീ തലേ ഇവിടെ വരുമ്പോൾ വലഞ്ഞലിൻ്റെ പരിപാടി നീ എടുക്കരുതെന്ന് പറഞ്ഞു. അതൊക്കെ പൗലോസ് നല്ല കണക്കിന് കൊടുത്തു. നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോൾ ചില നമ്മുടെ ആൾക്കാർ പറഞ്ഞു, ഞാൻ തോട്ടികളുമായിട്ടായിരുന്നു ഞാൻ. എന്നിട്ട് അവന് നാട്ടിൽ വന്ന് പാവം പിടിച്ചവൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ വരത്തുമില്ല. അവൻ അവിടെ ചെല്ലുമ്പോൾ തോട്ടി, ഇവിടെ വരുമ്പോൾ പോട്ടി. ഇതുപോലെ തരംതിരിവുള്ള നിങ്ങൾ തന്നെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്. ജാതികൾ രക്ഷിക്കപ്പെട്ട് വരുന്നതിനോട് താല്പര്യമില്ല അവന്മാർക്ക്. പിന്നെ ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുകയും ചെയ്യുന്നവന്മാരെ യഹൂദൻ. എന്തെല്ലാം കുഴപ്പടിയാ. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും ഫില്ല് ചെയ്യുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, എന്നാ ഇനി ഞാൻ യഹൂദനാന്ന് പറയുകയല്ലെന്ന്. ഞാൻ പറഞ്ഞു അതാ നല്ലത്. പിന്നെ എന്നാ പറയണ, ദൈവ പൈതലാന്ന് പറ. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല, യേശുവിന്റെ രക്തത്താൽ ഞാൻ കടികൾ പ്രാപിച്ച ഒരു ദൈവ പൈതല. അതാ നമ്മുടെ അഡ്രസ്. ശ്രദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണശ്രേയം ഈ നിമിഷം തന്റെ പാദനിൽ ശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമപ്പോൾ നിഷ്കളങ്കമോ നിന്നാങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമപ്പോൾ നിഷ്കളങ്കമോ നിന്നാങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. നമ്മുടെ അഡ്രസ് ഏറ്റവും ശ്രേഷ്ഠം ദൈവ പൈതൽ, ദൈവദാസൻ. അതിലെ ഏറ്റവും വലിയ അഡ്രസ് ദൈവദാസി, ദൈവദാസൻ. അതാ ഏറ്റവും നല്ലത്. ദൈവത്തിന് മഹത്വം. അതിൽ കൂടുതലൊരു പദവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഏറ്റവും നല്ല പദവി. ദൈവത്തിന് മഹത്വം. ആടെ മടങ്ങി വരാം. അപ്പോൾ യഹൂദജാതിയുടെ പ്രശംസ, ദൈവാലികത്തിന്റെ ഈ പ്രശംസ മാത്രമല്ല, ഇതെല്ലാം യഹൂദനാ. ഇതെല്ലാം ഇട്ടേച്ച് നസ്രായ മാർഗത്തിൽ വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അപ്പോൾ ആരംഭ സമയത്ത് ഇവരെല്ലാം തീഷ്ണതയോടെ ഈ മാർഗത്തിൽ വന്നു, യേശുവിന്റെ പുറകെ. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഈ വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത്. ഏതാ? യെരൂശലേം ദേവാലയം, മഹാപുരോഹിതൻ, പുരോഹിത വൃന്ദങ്ങൾ, ഈ പള്ളിയോട് ബന്ധപ്പെട്ടുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന വസ്തുക്കൾ, തങ്കത്തിലും പൊന്നിലും നിർമ്മിക്കപ്പെട്ടതും പൊന്നിലാലും തങ്കത്താലും പൊതിയപ്പെട്ടതുമായ അനവധി ഉപകരണങ്ങൾ കോടിക്കണക്കിന് വിലമതിക്കും. മാത്രമാണോ പുരോഹിത വൃന്ദങ്ങൾ കൂറിന്റെ ക്രമം 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയാ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. ഇവരെ എല്ലാം നടത്തിപ്പുകാരായിട്ട് മഹാപുരോഹിതന്മാർ, സ്ഥാനചിഹ്നവേക്ഷ വിഭൂഷിതരായുള്ള മഹാപുരോഹിതന്മാർ, നീളക്കുപ്പായോ നിലയെങ്കിൽ നടക്കട്ടു അരക്കട്ടു ഏവോട് ഉള്ള എന്ന് വേണ്ടത് കണ്ട നമ്മൾ മുത്തുവാ പരുവത്തിനാ വല്ലപ്പോഴും ഇറങ്ങി വരുവുള്ളൂ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇതെല്ലാം വിട്ടേച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇടയ്ക്ക് 2 പെടിയും മേളവാ, സ്തോത്രം. അപ്പൊ ഇതെല്ലാം ഇട്ടേച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ നല്ല പിതാക്കന്മാരുടെ കല്ലറയൊക്കെ കണ്ടാൽ ചാകാൻ തോന്നും. നമ്മുടെ കല്ലറയ്ക്ക് അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വച്ചേയും കാട് വല്ലേ ആരെല്ലാം ചാകുമ്പോൾ നമ്മൾ പറയും പെട്ടെന്ന് പോയി അതെല്ലാം ഒന്ന് അവിടെ ചെന്ന് അവനെല്ലാം വെട്ടുകത്തിക്കൊണ്ട് കത്തിക്കൊണ്ടെല്ലാം വീശി. എന്നാലും നമ്മൾ നടക്കുമ്പോൾ കാലയെ കുത്തിക്കൊള്ളുക. തമാശ പറഞ്ഞതല്ല.
പിന്നെ ഓട്ടെ ഒന്നും പറയുന്നില്ല. മറ്റേ കലറ എങ്ങനെയാണെന്നോ എഴുതി മാർബിളിലും ഗ്രാനൈറ്റിലും ഒക്കെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുക. എന്തോ നല്ല വൃത്തിയായിട്ടാണ് ഇല്ലേ? തോമ പകലോ മറ്റും നമ്മുടെ അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് ഒന്ന് യാഥാക്കൊള്ളാം എന്ന് തോന്നും. ആ പരുവത്തിനെല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ കല്ലറ, പള്ളിയുടെ പരിസരങ്ങള്, മഹാപുരോഹിതൻ, പുരോഹിത വൃന്ദങ്ങള്, കോടിക്കണക്കിന് സ്ഥാപനജംഗമ വസ്തുക്കള്, യഹൂദ ജാതികളുടെ ശ്രേഷ്ഠത എല്ലാം വലിയ ഗംഭീരമായി. ഇതെല്ലാം വിട്ടേച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഇവരിതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ, നസ്രായന്റെ പുറകെ വന്നു. ഇറങ്ങി വന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി വിട്ടത് അബദ്ധമായോ എന്ന്, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് വിഡ്ഢിത്തമായോ എന്നുള്ള ചിന്ത അകത്ത് കയറി. അപ്പൊ ഇവർക്കൊരു ചിന്ത, അയ്യോ വിടണ്ടായിരുന്നു, ഉപേക്ഷിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ഇവര് ക്ഷീണിച്ചപ്പോ പൗലോസ് പറയുക, പ്രിയരേ, വിട്ടത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല, വേണ്ടാന്ന് വെച്ചത് ഭോക്ഷത്വമൊന്നുമല്ല, വിട്ടതിനേക്കാൾ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. നിങ്ങൾ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറെ നല്ലത് എല്ലാവരിലും ശ്രേഷ്ഠൻ നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും സമുദായങ്ങളും ആമൻ മറ്റു നൂലാമാലകളൊക്കെ വിട്ട് വേർപാടിന്റെ ഉപദേശം സ്വീകരിച്ച് സത്യദൈവത്തെ ഭജിക്കുവാൻ ആമൻ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിട്ട് പുറപ്പെട്ട ദൈവമക്കൾക്ക് ആർക്കെങ്കിലും വിട്ടത് അബദ്ധമാണെന്നുള്ള ചിന്ത വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് വചനത്തെ കൂടെ ദൂറ് പറയുക, വിട്ടത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വലിച്ചെറിഞ്ഞത് വിഡ്ഢിത്തമല്ല, ശ്രേഷ്ഠമേ സ്ഥലത്താ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറെ നല്ല സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരുവനുണ്ട്, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനെന്ന് അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് യോശുവായേക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് അഹരോനേക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് പുരോഹിതനേക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് ശലോമോനേക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠനാ, അവിടുന്ന് യാഗാദി കർമ്മങ്ങളിലേക്ക് ശ്രേഷ്ഠനാ, അവിടുന്ന് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠനാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സകലത്തിൽ ഇന്നലെ ഓർപ്പിച്ച സകലത്തിലും മുമ്പൻ, സകലത്തിനും മതിയായവൻ, സകലത്തിലും ശ്രേഷ്ഠൻ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ടി കെ ശാമുവേൽ എഴുതിയ ഒരു പാട്ടുണ്ട്, നല്ല പാട്ടുകളാ. ടി കെ എസിന്റെ പാട്ടെല്ലാം ക്രിസ്തു മാഹാത്മ്യമാണ്. ഒരു വരി തെറ്റിയാൽ, അക്ഷരം തെറ്റിയാൽ അർത്ഥം മാറും, പ്രയോഗം തെറ്റിയാൽ ആശയവും പോവും. അത്ര കൃത്യത്തിനാ ടി കെ എസ് എലന്തൂരിലെ ശൗമേൽ സാർ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല, എനിക്കെല്ലാം അറിയത്തില്ല, ചില വരികൾ എന്തോ സുഖപ്രദമാണെന്നറിയോ. സാറ് എഴുതി വച്ചിരിക്കുന്നതാ. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. കലുഷതലേശം കാണുന്നില്ലി മനുജനിലം മുറജയിതുതാൻ. കലുഷതലേശം കാണുന്നില്ലി മനുജനിലം മുറജയിതുതാൻ. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ശ്രേഷ്ഠന്റെ ഉന്നതനാകുന്ന ഒരുവനില്ല. യേശുക്രിസ്തു ആ സകലത്തിലെ ശ്രേഷ്ഠൻ. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ മുഖത്തിൽ നിന്ന് വരുന്നതെല്ലാം തേനായിരുന്നെന്നാ. അത് സൈമൺ സാർ ആ മുഖത്തോട്ട് നോക്കി വെച്ച് പറഞ്ഞതാ, നിൻ മുഖത്തു നിന്ന് തൂകുന്ന മധു, തേൻ വരുന്ന മുഖത്ത്. തേൻ വന്നാൽ വലിയൊരു എഴുന്നേറ്റ് പോകുമോ? നല്ല ഹേലായി. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ തേൻ ഇറ്റിറ്റ് വരുന്നു. അതുകൊണ്ട് ആ 2-3 ദിവസമൊക്കെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകാഞ്ഞ്.
ഇരുന്നങ്ങ് വചനം കേൾക്കുക. പള്ളിയിൽ ഇരുന്ന എല്ലാവരുടെയും കണ്ണ് അതിന് കാണാൻ കൊള്ളാവുന്നവന്. ഒരു തല, രണ്ട് കയ്യ്, രണ്ട് ചെവി, ഒരു മൂക്കും രണ്ട് തുള, അതൊക്കെയാ യോഗ്യത. അല്ലാതെ ഇപ്പൊ യേശുവിനൊരു 10 തല കൊണ്ടായിരുന്നു, നോക്കി ഊപ്പാട് വന്നതിന്. ഇല്ലേ, എന്ത് ബുദ്ധിമുട്ടാ. 2 കണ്ണ് അത് മതി. 5-6 കണ്ണായിരുന്നേ കൂടെ നമ്മളെ പുള്ളി നോക്കുന്നെന്നാ. എന്ത് യോഗ്യനാന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വം. പേരുശ്ശേരിലെ മത്തായിച്ചനെ ആ മുഖത്തോട്ട് നോക്കിയാച്ച ഒരു വരി എഴുതി. ഇവരെല്ലാം പാട്ടുകാരാ കേട്ടോ. മത്തായിച്ചൻ, കെ മാത്യുച്ചാൻ്റെ അച്ഛന അടൂര് കടമ്പനാട്ടാ, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പിതാവ് പേരുശ്ശേരി മത്തായിച്ചൻ. ആ മുഖത്തോട്ട് നോക്കിയാച്ച് എഴുതുക, കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ പാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ പാർക്കദേവാ. അപ്പൊ കോടി സൂര്യപ്രഭ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ സൈമൺ സാറ് നോക്കിയാച്ചാ എഴുതിയത്, നിൻമുഖത്തു നിന്ന് തൂകം നന്മധു പൂരത്തിലമ്പൈ മുങ്ങിലേയിക്കുന്നു ദിവ്യ ജ്ഞാനികൾ, നിന്റെ നന്മൊഴി കരികണയുപതിനോർ നവ്യമായ സയൻ സുമിലതു സമ്മതിക്കുന്നജ്ഞരല്ല പ്രാണികൾ. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവിടുന്ന് തേനിറ്റിറ്റ് വീഴുന്നു. അന്നേരം കരിയമ്പളാവിലിരുന്നൊരു പുള്ളി എഴുതി, 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. യോ സ്തോത്രം. അന്നേരം ആറന്മുള ഇരുന്ന് പുള്ളി പിന്നെ എഴുതി, നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയ എന്തു വിശേഷതയുള്ളൂ, 1000 പത്താളെ നോക അതിൽ എന്നേശു മുഖ്യനായുണ്ട്. ഇവരെല്ലാം എന്തോ എഴുത്തുകളാ. അന്നേരം ഇപ്പോഴും ചില പാട്ടുകാരുണ്ട്, അവരും എഴുതുക ഈശോ. ചാക്കോ സാറ് പണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ഒരാൾ പാടിയത്, ഞാനങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ തമ്മിൽ മുക്കിന് വെച്ച് കണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ തമ്മിൽ മുക്കിന് വെച്ച്. അതും ഒരു പാട്ടാ. പിന്നെ സംഗീതജ്ഞൻ ജോയിക്കുട്ടി, ഇപ്പൊ അങ്ങനെ ആണല്ലേ സംഗീതജ്ഞൻ, ഒരു ചുക്കും പുണ്ണാക്കും അറിയാനും മേല, എന്നാൽ എഴുതി വച്ചിരിക്കുന്നത് ഒടുവിലത്തൊക്കെ നല്ലതാ. ഏതാ? പിരിച്ചെഴുതിയാൽ സംഗീതജ്ഞൻ പിരിച്ചെഴുത്. ഭക്തന്മാരായ ഭക്തകവികളൊക്കെ എഴുതി വച്ചിരിക്കുന്ന വരികള് എന്തോ വരികളാ. അതൊക്കെ പാടുമ്പോ തന്നെ ഈ ചില പാട്ടൊരു ഭയങ്കര പ്രസംഗത്തെക്കാൾ എഫക്റ്റാ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഉപദേശകാര് 10 മണിക്കൂർ പ്രസംഗിക്കുന്നതിൽ എഫക്റ്റാ ഒരു പാട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില പാട്ട് പാടുമ്പോൾ ആൾക്കാരെ അനുദപിച്ച് കരഞ്ഞ്. സംഗീത ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമാ, ഭയങ്കര പ്രാധാന്യമാ. പക്ഷെ അതാ അതിൻ്റെ തനിമേ തന്നെ പാടണം. വായി വരുന്നതെല്ലാം ഗോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ്. ശരി, ഇപ്പൊ തിക്കിത്തിരി കയറ്റിയല്ലേ, ഇടപെടണേ. എങ്ങനെ ഇല്ല, അങ്ങനല്ലേ. ഇപ്പം ഒരു പാട്ടുണ്ട്, ഇത് പോരായി, എന്ത് പറഞ്ഞ വരി മറന്നു പോയി, ഇത് പോരാ. അപ്പം വേറെ തന്നെ എഴുതി ഇത് മതിയെന്ന്. ഒരാൾ പറഞ്ഞത് പോരാ, അപ്പൊ ഒരാൾ പറയുന്നത് നമ്മൾ കിടന്ന് കുഴയ. ഇപ്പൊ ഇതെന്തോ ചെയ്യാനാ? എന്ത് നല്ല പാട്ടുകൾ. ഈ മോശവലസല ശാസ്ത്രികളുടെ പാട്ട്, വിദ്വാൻ കുട്ടിച്ചന്റെ പാട്ടുകള്, സൈമൺ സാറിന്റെ പാട്ടുകള്, ദൈവം മണ്ടോടി, CT മത്തായിച്ചനെ,
എന്ത് നല്ല പാട്ടുകളാ. PP മാത്യു, മുട്ടങ്കി വർഗീസിന്റെ പാട്ട്, അതുപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ പഴഞ്ഞിയിലെ ദൈവദാസൻ അടുത്ത കാലത്തല്ലേ മരിച്ചുപോയത്, നല്ല പാട്ടുകളാ. അത് അങ്ങ് പിന്നെ ചിറ്റൂര്, അതല്ല, അല്ലല്ല, നമ്മുടെ അയ്യോ ഭക്തവത്സലിന്റെ പാട്ട് നല്ല പാട്ടാ, നല്ല പാട്ടുകള്. ദൈവത്തിന്റെ മഹത്വം. എന്ത് നല്ല വരികളാ ഭക്തന്മാരുടെ. അന്നമ്മമാമന്റെ പാട്ടുകള്, PP മാത്യു, സക്കറിയാച്ചന്, EV വർഗീസ്, ഈട്ടിവള, പത്തനാപുരം, എന്ത് നല്ല പാട്ടുകളാ. അവരൊക്കെ അനുഭവത്തിന്റെ തീച്ചുളയ്ക്കകത്തൂടെ പോയി എഴുതിയ വരികൾ ഇപ്പോഴും പാടുമ്പോൾ ആകാൻ കാത്തുകല്ലേ. ഒരിക്കൽ ഒരാൾ പേരൊന്നും ഞാൻ പറഞ്ഞു, ഈ പുള്ളി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പാട്ട് എഴുതിയത് യോഗം കഴിഞ്ഞ് ടെറസിന്റെ മേളിലിരുന്ന് ചിക്കൻ തന്തൂരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വരികൾ. വരി കിട്ടത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, വരി കിട്ടും, അതിന്റെ അറിയാനും ഉണ്ട് ആ വരിക്കകത്ത്. സ്തോത്രം. ഞാൻ വിമർശിച്ചതൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആ തീച്ചൂളക്കകത്തൂടെ പോയി എഴുതി എത്ര പാട്ടുകൾ ഇപ്പോഴും പാടുമ്പോൾ ചൈതന്യമല്ലേ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല. അപ്പോൾ ഇവരെല്ലാം പൊന്മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, ഇതുപോലെ ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ള വേറൊരുവനില്ല. സകലരിലും ശ്രേഷ്ഠൻ നസ്രയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. അവിടുന്നാണ് സകലത്തിലും മതിയായവൻ. അപ്പോൾ ഈ എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ മെച്ചപ്പെട്ട സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന ഒരുവനുണ്ട്, നസ്രയനാകുന്ന യേശു ക്രിസ്തു. അങ്ങനെ സ്ഥാപിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അത് ഓടിച്ചവസാനിപ്പിക്കാൻ നമ്മൾ 10:19 മുതലാ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്ത് വെച്ച് 22-ാമത്തെ വാക്യത്തിൽ പറയാം, നിങ്ങൾ അടുത്തു വാ. വിശ്വാസത്തിന്റെ പൂർണ്ണ ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരാൻ പറഞ്ഞു. ഈ ശ്രദ്ധിച്ചേ, അടുത്തു വാ എന്ന് ആഹ്വാനം മുഴക്കിയാൽ അതിന്റെ അർത്ഥം എന്നാ? ഈ ലേഖനം എഴുതുന്ന സമയത്ത് വരില്ല, അകന്ന് നിൽക്കുക. അകന്ന് നിൽക്കുന്നത് കൊണ്ടല്ലേ പറഞ്ഞ് അടുത്തോട്ട് വരാൻ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എന്ന് പറയാം, ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ആരോ ഇതിനകത്ത് അത് ഞാൻ കാണുകയും ചെയ്തു, ഞാൻ കണ്ടു. അവരോട് ചോദിച്ചാൽ അവർ പറയാം ധ്യാനിക്കുകയായിരുന്നെന്ന് പറയും. നമ്മളിപ്പോ ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നവരല്ലേ പാവത്തങ്ങള്. ഞങ്ങളുടെ അവിടെ ഒരു അമ്മയുണ്ട്, ഇന്ന് വായും പൊളിച്ചാ ഉറങ്ങുന്നത്. ഞാൻ ചോദിച്ചു, ഉറങ്ങുവാന്ന്? കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്നാ ചെയ്യാൻ? അടുത്ത വരി, എന്നെ വ്യക്തമായിട്ടാണ് കാണിക്കുന്നത്, എന്നെ ക്ലിയറായിട്ടാ. ഞാൻ പിന്നൊന്നും പറയുന്നു. അപ്പോൾ അടുത്ത് വന്ന് ഇവര് പറയുമ്പോൾ ഇവര് അകന്നു നിൽക്കുക. അകന്നു നിൽക്കുന്നവരോടാ പറഞ്ഞ അടുത്തോട്ട് വരാൻ. അല്ല, ഒരു കാലത്ത് ഇവർ അടുത്ത് നിന്നവരാ എബ്രായ വിശ്വാസികൾ. ഒരു കാലത്ത് ദൈവത്തോടും വചനത്തോടും സുവിശേഷത്തോടും കൂട്ടായ്മയോടും ആരാധനയോടും അടുത്തു നിന്നവരായ എബ്രായ ക്രിസ്ത്യാനി. 3 വാക്യം തെളിവിന് വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ടും, 10-ാം അധ്യായത്തിന്റെ 32 മുതൽ താഴോട്ടും, 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം ആദ്യം 6-9 മുതൽ വായിര്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കാ ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതി ഉള്ള ദൈവമല്ല. അപ്പോൾ ആരംഭ സമയത്ത് ഇവർ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരും ഈ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുത്തതാ. ഇനി 10:32 വായിച്ചേ. സോളി വായി 10:32. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവകെ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം, അപ്പൊ ആരംഭകാലം, വളരെ തീക്ഷണതയോടെ. ഇനി 10:34 ഡോക്ടർ വായിച്ചേ. നിങ്ങൾ സഹതാപം കാണിച്ചതല്ല, വെപ്രാളം പിടിക്കേണ്ട, പതുക്കെ വായിച്ചാൽ മതി, ഞാനും ഓടി പോകുകയല്ല. സഹതാപം കാണിച്ചതല്ല, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും അത് നിങ്ങൾ സഹിച്ചതാ.
എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളെല്ലാം എടുത്ത് വ്യാഖ്യാനിച്ചാൽ, ഒന്ന്, ആരംഭ സമയത്ത് വളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് വിശ്വാസത്തിന് നിന്നു. മാത്രമാണോ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. മാത്രമാണോ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാനും ശുശ്രൂഷിക്കുന്നതിലുമൊക്കെ വളരെ താല്പര്യരായിരുന്നു. അത്രയ്ക്ക് തീക്ഷണതയോടായി ഇവർ നിന്നത്. എല്ലാം മണിക്കൂറുകൾ പറയേണ്ടതാ ഇതെല്ലാം. പഴയ വിശ്വാസികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 2 കോഴി മുട്ട കിട്ടാ പിള്ളേർക്ക് കൊടുക്കുകയല്ല, ഉപദേശിമാർക്ക് കൊടുക്കും. അന്ന് ഒരു ദേശത്തൊരു വീടൊക്കെ അല്ലേ ഉള്ളു. അതുങ്ങളും ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളവും കുടിച്ച് ചൂചായിട്ടുമൊക്കെ പറഞ്ഞ് വരിക. അപ്പോൾ ഒരു ദേശത്തൊരു വീടായിരിക്കും. ആ വീട് ലക്ഷ്യമാക്കിയാ ചെല്ലുന്നേ. അപ്പോൾ ഉപദേശിമാരെ കാണുമ്പോൾ അമ്മ പെട്ടെന്ന് പാത്ത് വെച്ച മുട്ടയെടുത്ത് പുഴുങ്ങി, മുട്ടയും കട്ടനും അതൊക്കെ ഉള്ളൂ. അത് കഴിക്കുക, ഇത് കുടിച്ചൊക്കെ അവർ പ്രാർത്ഥിച്ചാൽ. പക്ഷെ ആ കുടുംബത്തിനൊന്നും ദോഷം വന്നിട്ടില്ല. ഇപ്പം 2ാം തലമുറയും 3ാം തലമുറയും വന്നപ്പം മുട്ടയുടെ അയ്യരി കളിയാ, പക്ഷേ കഴിക്കാൻ മേല. നാളൊരുത്തൻ പറഞ്ഞു, ഉണ്ണി ബേബിക്ക് കൊടുക്ക്, വെള്ള എനിക്ക് തരാൻ. ഉണ്ണി, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. മുട്ട കൊടുത്ത കുടുംബം ദൈവം അതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ ഉപദേശിമാരെയൊക്കെ എനിക്കറിയാം. ദൈവദാസന്മാരുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മനസ്സിലാകും. പണ്ടൊക്കെ പെയ്ത്തോമിൽ ഒരു ചെറിയ 2 മുറിയാണ്. ഒന്ന് അടുക്കള, ഒന്ന് ഒരു റൂം. 5 or 6 പിള്ളേരും കാണും. മിക്കവാറും കൊച്ചുങ്ങൾ സഭാഹോളിലാണ് കിടക്കുന്നത്. ഞായറാഴ്ചയാണ് ഇതുങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ പോലും ഒക്കുകയല്ല. ചില തള്ളമാരുണ്ട്, ഉറക്കമില്ലാത്ത തള്ളവർ രാവിലെ ഒരു കൂടിൻ്റെ കുടുംബിക്കും പിടിച്ചിഞ്ഞ് പോരും ഹോളിലോട്ട്. കൊച്ചുങ്ങൾ ഹോളിൽ കിടക്കുക. ചിലപ്പം ശനിയാഴ്ച രാത്രി കാത്തിരിപ്പിയൊക്കെ വന്ന് ഒത്തിരി ലേറ്റായിട്ടാ ഇതെല്ലാം കഴിയുന്നത്. പിന്നെ പാമടക്കി വെച്ച് എല്ലാവരും പറഞ്ഞ് ചില സെക്രട്ടറി ആന്നേ പോകുകയല്ല, ചുമ്മാ വായ്ത്താളം അടിച്ച്. എല്ലാ സെക്രട്ടറിയുടെയും കാര്യമല്ല പറഞ്ഞ്, ചുമ്മാ ഇങ്ങനെ അപ്പളാത്തി അടിച്ച്. ഭാഷ ഇടയ്ക്കിടയ്ക്ക് പറയാം, എന്നാ ആട്ടെ അല്ല ഭാഷ മറ്റേ കാര്യം എന്ത് ചെയ്താ പോവുക. കൊച്ചുങ്ങൾക്ക് ഉറങ്ങണം, ഹോളിലാണ് കിടക്കുന്നത്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കടന്ന് വിഷമിക്കുക. പിന്നെ കൊച്ചുങ്ങൾ കിടക്കുമ്പോൾ 1:30, 2 ആകും. ശരിക്കും ഉറങ്ങാനും ഒക്കത്തില്ല. നിങ്ങൾ സൂക്ഷിച്ചിട്ടല്ലേ ചെയ്ത പഴയ ഉപദേശിമാരുടെ പിള്ളേരോട് ചോദിച്ചേ, എത്ര പേര്, എത്ര കുഞ്ഞുങ്ങൾ. ഇപ്പം ആ സ്ഥിതി എല്ലാം മാറി. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല. അപ്പം ആരംഭ സമയത്ത് ഇങ്ങനെയൊക്കെ ഒത്തിരി പങ്കപ്പാടും വിതകളും ഒക്കെ സഹിച്ചവരുണ്ട്. ചില അമ്മമാരൊക്കെ ഭക്ഷണം വിളമ്പി അവർക്ക് കിട്ടുകയില്ല. എന്നോട് ഒരു ദൈവരാശി പറഞ്ഞതാ, ഇന്നത്തെ കാലമല്ല, അന്ന് ഞാൻ പ്രസംഗിച്ചാൽ പറഞ്ഞു, ഒരു ഞായറാഴ്ച 5 പ്രാവശ്യം കഞ്ഞി വെച്ചു. ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുക, 5 പ്രാവശ്യം. ഇന്നത്തെ പോലെ വെടിവെക്കുന്ന സമ്പ്രദായമൊന്നുമല്ല. ഇപ്പം ടിഷ്യൂ എന്ന് വെക്കുമ്പോൾ ഗ്യാസ് കത്തുക. അന്ന് ഇതൊന്നുമില്ല, പൊത്താൻ വെച്ചാൽ കത്തിക്കുന്നത്. 5 പ്രാവശ്യം. ചെറിയ ഗ്യാസാണോ? എന്നിട്ടും തികഞ്ഞില്ലെന്ന്. അന്നൊക്കെ ഫോണും ഒന്നുമില്ലല്ലോ, വിളിച്ചു പറയാനോ എടുക്കാനോ ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ ഉള്ള സാഹചര്യം വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ സന്തതിയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചുമല് കൊടുത്ത, ആമൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കുടുംബത്തിന് പോലും ദോഷം വന്നിട്ടില്ല. കാരണം പുസ്തകത്തിലെ വാക്യം, മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവം നിന്നെ മറന്നു കളയത്തില്ല, നിന്നെ തലമുറയെ മറക്കത്തില്ല. നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നിന്നെ ആദരിക്കും. നീ പോകുന്നിടത്ത് ദൈവം നന്മയുടെ വഴിയൊരുക്കും. നിനക്ക് മുമ്പായിട്ട് നിന്നെ നീതി പുറപ്പെട്ടു വരും. നിനക്ക് ദോഷം വരുവാൻ, സന്തതിക്ക് ദോഷം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗത്തിൽ വന്നപ്പോൾ ഓഹരി കൊടുക്കാത്ത വീട്ടുകാരുണ്ട്. ഭാഗോടമ്പടി ചെയ്യുമ്പോഴേ അന്നേരം പറഞ്ഞ് എനിക്കിത് വേണ്ട, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. അങ്ങനെ ഇറങ്ങിയവരുണ്ട്. ദൈവം അവരെ കൈവിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരംഭ സമയത്ത് ഇങ്ങനെയൊക്കെ തീക്ഷണതയോടെ നിന്നവരായ പ്രായ ക്രിസ്ത്യാനി വളരെ അപമാനമൊക്കെ സഹിച്ചവരാ. കമ്മലുമാല ഊരി എന്ന് പറഞ്ഞ് ആക്ഷേപം കേട്ടവരുണ്ട്. എന്നാ പാത്ത് പോയിട്ടോ, മീശ പഠിച്ചെന്നും പറഞ്ഞ് സമൂഹത്തിലിട്ട് ആക്ഷേപിച്ചു. ആണ്ടടാ കരിക്ക് എത്തിയ പോലെ വന്നിരിക്കുന്നെന്ന്. ഉടനെ വെപ്പ് മീശ വെക്കുകയാണോ? ഇല്ല, വേണ്ടാന്ന് വെച്ചു.
വെള്ള വസ്ത്രം ധരിച്ച് പോകുമ്പോൾ ആക്ഷേപിക്കുന്നവരുണ്ട്. അപ്പൊ പിന്നെ തള്ളയ്ക്കും വെള്ളയായതുകൊണ്ട് കുഴപ്പമില്ല. ഏതാന്നോ? പിന്നെ പറയാം. ആക്ഷേപിക്കും. ഈ അപമാനവും ആക്ഷേപമൊക്കെ സഹിച്ച് നിന്നവരുണ്ട്. അവരെ ആരെയും ദൈവം മറന്നിട്ടില്ല. അവരെ ദൈവം ഓർത്ത് ആദരിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ആരംഭ സമയത്ത് ഇങ്ങനെ പോരാട്ടം സഹിച്ചവരാ ഈ എബ്രായ ക്രിസ്ത്യാനികൾ. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങ് ക്ഷീണം. ചില ചുറ്റുപാടും സാഹചര്യമൊക്കെ വന്നപ്പം 10 പുത്തനൊക്കെ ആയപ്പം ഒരു ഇളക്കം. അപ്പൊ ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ? അപ്പൊ അങ്ങനെ ചിന്ത കയറിയപ്പോൾ ക്ഷീണം വന്നു. ക്ഷീണിച്ചു. 2 വാക്യം വായിച്ച ക്ഷീണിച്ച് 6, 12, 12, 12. 6, 12, 12, 12. അപ്പൊ ക്ഷീണിച്ചതിന് മന്നത 4-ന്റെ 12 ചേർ 4-ന്റെ 12 11 മുതൽ കണ്ണിക തുടങ്ങുന്നത്. തളർന്ന കൈയും അത് 12, 12 അല്ലേ? തളർന്ന കൈയും. എങ്ങനുണ്ട്? 5-ന്റെ 12 അല്ലേ അടുത്തത്? 4-ന് അവിടെ കാലം നോക്കിയാൽ നിങ്ങളിപ്പോ ഉപദേശകന്മാര് 13. അപ്പൊ കാലം നോക്കിയാൽ ഒത്തിരി കാലമായി ഇതിനകത്ത് വന്നിട്ട്. അടുത്ത കാലത്തല്ല, കുറച്ച് കാലമായി. അപ്പൊ കാലം അങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോൾ ഇവരുടെ കൈയെല്ലാം തളർന്നു, കാലെല്ലാം കുഴഞ്ഞു, മന്നതയും മടുപ്പും ഒരു ക്ഷീണം. അങ്ങനെ ക്ഷീണിച്ചപ്പോൾ ഇവര് ഇപ്പൊ പഴയതുപോലെ മുന്നിൽ വരുന്നില്ല. താമസിച്ച യോഗത്തിന് വരുവുള്ളൂ. വന്നാലും അങ്ങനെ മുന്നോട്ടിരിക്കാൻ വലിയ താല്പര്യമില്ല. പുറകെ വന്ന് പമ്മി ഇരിക്കുക. ആദ്യത്തെ പാട്ടിന് കൈ അടിക്കില്ല. ആദ്യത്തെ പാട്ട് പാടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും. 2ാം പാട്ടിന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൂച്ച വാന്തം പോലെ ഒരു മടുപ്പും ക്ഷീണമൊക്കെ. തിരുമേശയായിട്ട് വരുമ്പോൾ ട്രാഫിക് പോലീസിനെ പോലെ ഇരിക്കും. എന്നിട്ട് പുറിഞ്ചിക്കണ്ണിട്ട് നോക്കും പോയോന്ന്. ഒരു ക്ഷീണവും മടുപ്പും ഒക്കെ. സഭയിൽ വന്നാലും ആർക്കും കയ്യും കൊടുക്കുകയില്ല. താമസിച്ച് വന്നിച്ച് നേരത്തെ പോകും. വിശുദ്ധ യുവനത്തിന് നിൽക്കത്തില്ല. അണവാൻ എന്നാ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, കൊമ്പനാന നിൽക്കുന്ന പോലെ. നമ്മൾ വേണേ കയറി എത്തി മുട്ടനാട് ഇടിക്കുന്നത് പോലെ. അപ്പൊ ഇപ്പൊ ഇവരെല്ലാം ക്ഷീണിച്ച് മടുത്തു. ഇവര് പുറകിലിരിക്കുക. അങ്ങനെ പുറകെ ഇരുന്നവരോടാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ പുറകെ ഇരിക്കരുത്, ധൈര്യത്തോടെ മുമ്പോട്ട് വാ. തെറ്റുപറ്റി കാണും, പോഷത്വം വന്ന് കാണും, പോരായ്മ വന്ന് കാണും. മനുഷ്യനല്ലേ, ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നേ. പൂർണ്ണരായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല. വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും ഇടപാടിലും സമീപനത്തിലും കൊടുക്കവാങ്ങലിലും ഒക്കെ പോരായ്മകൾ പോഷത്വങ്ങൾ വന്ന് കാണാം. ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചേച്ച് ദൈവം നിനക്കൊരു അവസരം തരിക. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ദൈവത്തോട് പറ, കർത്താവേ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്, ഇനി അകന്നിരിക്കുവാൻ അനുവദിക്കാതെ ഇന്ന് രാത്രി അവിടുത്തെ അടുക്കലേക്ക് ഞാൻ കടന്നു വരികയാണ്. ആരിന്ന് രാത്രി സമർപ്പണത്തോടെ വരും, അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. മുടിയമ്പത്രൻ വീട്ടിൽ നിന്ന് പോയ അന്ന് മുതൽ അപ്പം വാതൊക്കെ നോക്കി നിൽക്കുക. ഇവൻ എന്നേലും അപ്പനറിയാൻ വരുമെന്ന്. അന്നീ കാശിൻ്റെ തള്ളു കഴിയുമ്പോൾ ഇവൻ പയ്യെ ഇപ്പം ഇച്ചിരി കാശുള്ളത് കൊണ്ടാ. അതിൻ്റെ കാശുള്ളപ്പം ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ട് ഇല്ലേ, ചുമ്മാ അങ്ങ് മെസ്സേജ് വരിക. കാശില്ലാതെ മൊബൈൽ വെച്ച് ഒറ്റ നിന്നെ വിളിക്കുകയില്ല. കൂടെ എടുത്ത് നോക്കുന്നുണ്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ. നമ്മൾ അങ്ങോട്ട് വിളിച്ചു സൂസനെ, അവൾ പരിധിക്ക് പുറത്ത്. കാശുള്ളപ്പോൾ ഇവക്കൾ എപ്പോഴും ഇങ്ങോട്ട് വിളിയായിരുന്നു. എടാ നീ എവിടാടാ, മനസ്സിലാകുന്നില്ലൊന്നും അല്ലേ. കാശും എല്ലാം പരുവക്കാടാ. അപ്പോൾ ഒരുത്തരും ഇപ്പം കൂടെ മൊബൈൽ എന്നെ ആരും എന്നെ അങ്ങോട്ട് വിളിക്കുമ്പോൾ എല്ലാം അവർ പരിധിക്ക് പുറത്തല്ലേ, പ്രതികരിക്കുന്നില്ല. അപ്പനറിയാം അവസാനം പ്രതികരണ ശേഷി എല്ലാം പോകുമ്പോൾ ഇവൻ അപ്പം ഇങ്ങനെ നോക്കുന്നപ്പം പരുവം കെട്ടൊരുത്തം വരുന്നു. അവൻ വന്നതിനെ പറ്റി ചെറിയാച്ചനൊരു വരി എഴുതിയായിരുന്നു. എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. പരുവക്കേടി വരിക. എല്ലാം തുലച്ച്
പാന്നി തിന്നുന്ന വാളവര്. ചെറിയാച്ചൻ കണ്ടതുപോലെ എം വി ചെറിയാച്ചൻ, മധുരക്കിട്ട മധുരഗായകൻ, നല്ല വരിക. എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എല്ലാം തുലച്ചു വരിക. വേറൊരു വരിയുണ്ട്, കെട്ടമകനെ പോലെ ദുഷ്ട വഴികളിലൻ ഇഷ്ടം പോ ഞാൻ നടന്നു. ഇതൊക്കെ അവന്റെ പണി. അങ്ങനെ പരുവം കെട്ടു വരുന്നവനെ ഇവൻ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് ചെന്ന് അപ്പൻ്റെ അടുക്ക ചെന്ന്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും. പക്ഷേ ഇവനെ കണ്ടപ്പോഴേ അപ്പൻ അങ്ങോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തോ വിട്ടു. അപ്പാ നിൻ വീട്ടിൽ എനിക്കാലവും പതിപ്പാൻ ഇപ്പാപ്പി നിൻ അടിയാൻ എനിക്കിപ്പാരില്ല ലാഭമെല്ലാം ചപ്പാണ് ദൈവമേ നിൻ തൃപ്പാദം എൻ ഗതിയേ. എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്ന് വല്ലാതെ നാൾ കഴിച്ചു. എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പന എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ ഇവനെ സ്വീകരിക്കുന്നപ്പൻ. ഇന്ന് രാത്രി അനുദപിച്ച് മടങ്ങി വരുന്ന ഏത് വ്യക്തിയായി സ്വീകരിക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. ഓടിച്ചവസാനിപ്പിക്കാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇവരിപ്പോ ക്ഷീണിച്ചിരുന്ന ഇവരെ പറയുക, നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വാ. 3 കാര്യം കാണിച്ചാ വിളിക്കുന്നത്. ഒന്ന്, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 27:51 വായിക്കുന്നത്, അപ്പോൾ ദൈവാലയത്തിന്റെ മന്ദിരത്തിന്റെ തിരശ്ശീല ചീന്തി. ഏതാണ്ട് 52 അടി ഉയരമുള്ള ഈ തിരശ്ശീല. പുറപ്പാട് പുസ്തകം 36 അധ്യായത്തിന്റെ 35 വാക്യം വായിച്ചേ. നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, മഞ്ഞ നൂല്. ഇതെങ്ങനെ തിരശ്ശീല ഉണ്ടാക്കിയത്? ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 3:14 വായിച്ചേ. പെട്ടെന്ന് വീട്ടിൽ പോകണം, പെട്ടെന്ന് വായി. നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, ചണനൂല്, ഇതുകൊണ്ടാണ് തിരശ്ശീല ഉണ്ടാക്കിയത്. 35 മുഴവെന്നങ്ങാണ്ട അല്ലേ? എത്ര മുഴവ അവിടെ എഴുതിയിട്ടുണ്ട്? 35 മുഴവയുടെ സ്തംഭം. സ്തോത്രം. 52 അടി. ഇത് ആന അപ്പുറം ഇപ്പുറം നിന്ന് വലിച്ചാൽ മാറാത്തറ, അത്രയ്ക്ക് ബലവത്താ. പക്ഷേ അഖിലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന സർവശക്തനായ പൊന്നുകർത്താവിന്റെ തിരുജീവൻ ഏൽപ്പിച്ചങ്ങോട്ട് കൊടുത്തപ്പോൾ മേളിൽ നിന്ന് കീറി ദൈവം. മേളിൽ ഇരുന്നവൻ താഴോട്ടൊരു വലി വലിച്ചു കീറി. എഫേസ്യ ലേഖനം 2:14 വായിച്ച കീറിയപ്പോ എന്നാ സംഭവിച്ചു? കീറി കഴിഞ്ഞപ്പോ തിരശ്ശീല കീറിയപ്പോളേ 2:14 പെട്ടെന്ന് വായിച്ചു. അല്ല, ആ സഹോദരി വായിക്കട്ടെ, അവസരം കൊടുക്ക്. അവൻ നമ്മുടെ സമാധാനം ഇരുപക്ഷത്തെയും എന്ന് പറഞ്ഞ യഹൂദനെയും ജാതികളെയും കൂടെ ഒന്നാക്കാൻ ഇരുപക്ഷത്തെയും പിന്നെ അടിച്ച് നീക്കി നടിച്ചു വാരിടിച്ചു. ഈ തിരശ്ശീല ഇങ്ങനെ മറച്ചിട്ടിരിക്കുക, ഒറ്റ ഒരുത്തനകത്തോട്ട് കയറാൻ മേല. അഖിലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന കർത്താവിന്റെ പൊന്നാമ തിരുജീവൻ പോയ സമയത്ത് സ്വർഗത്തിലെ ദൈവം ആ മേളിൽ നിന്നൊരു ഒരു വലി ഇത് 2ആയിട്ട് കീറി വെച്ച് പറഞ്ഞു, എല്ലാവരോടും ഞാൻ കയറി വരാൻ പറഞ്ഞു. വേർപാടിനെ നടിച്ചു വരെ. സ്തോത്രം. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകുരിച്ചതിൽ മരണം വരെ സ്വയമതിലില്ല ഭയമതിലില്ല താതൻ തൻ ഹിതത്തെ തികപതിന. അപ്പോൾ ഈ വേർപാടിനെ നടിച്ചു വരെ ഇടിച്ചു കളഞ്ഞു. പുത്തൻ വഴി നമുക്ക് തുറന്നിട്ടിരിക്കുക. അതുകൊണ്ട് അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വാ.
കുഴിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് ഈയക്കട്ടയും മുൾക്കുളത്തിൽ ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി കുതിരയുടെ തോല് നാരായി പിരിച്ചു കീറിയ ആ ചാട്ട കൊണ്ട് അടിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇറുന്ന് വരികയാ. പ്രവാചകനാത്മാവിൽ സങ്കീർത്തനത്തിൽ പ്രവചനാത്മാവിൽ പാടി അവിടുത്തെ മുതുക ഉടവയാൽ പോലെ നീളത്തിൽ കീറി. അങ്ങനെയായി പുത്തൻ വഴി ഒരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. ധൈര്യത്തോടെ അടുത്തോട്ട് വാ. ഏതാനും നിമിഷം കൊണ്ട് നിർത്താം. ഇന്ന് നമ്മുടെ സമാപന യോഗമല്ലേ. 5 മിനിറ്റ് മുമ്പോട്ട് പോയാലും അങ്ങ് സാധിക്ക് വേണ്ട. അതിനൊന്നും അല്ലല്ലോ പറയുന്നേ. ദൈവത്തിന്റെ മഹത്വം. ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കിയിട്ടിരിക്കുക. മാത്രമാണോ 2, ഇവിടെ ഒരു പരിശുദ്ധ രക്തമുണ്ട്. സകല പാപങ്ങളും മോചിക്കുന്ന രക്തം, വിലയേറിയ രക്തം, നിർമ്മല രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ആട്ടുകൊറ്റന്മാരുടെ ഗഹനക്കിടാക്കുന്ന രക്തത്തെക്കാൾ വിലയേറിയ രക്തമാ. ഈ രക്തമുള്ളത് കൊണ്ട് ധൈര്യത്തോടെ അടുത്തു വാ. നിന്റെ സകല പാപവും മോചിക്കും. എത്ര രക്താംബരം പോലെ ഇരുന്നാലും, എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും, പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി അടുത്തു വാ. നിന്റെ സകല പാപവും മോചിക്കും. പ്രൈസ് ദി ലോർഡ്. മാത്രമാണോ ഒരു നല്ല മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട് നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കാൻ. ഇപ്പം നിന്റെ പക്ഷം പിടിക്കാൻ ആരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. ഭർത്താവോ ഭാര്യയോ മക്കളോ സഭക്കാരോ ഉപദേശമാരോ വേണ്ടപ്പെട്ടവരോ ബന്ധുമിത്രാദികൾ ആരും നിന്റെ പക്ഷത്തില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നീ തളർന്നു പോകരുത്. നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നല്ല അഡ്വക്കറ്റ് മേളിലുണ്ടെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ധൈര്യത്തോട് അടുത്ത് വാ. അടുത്തോട്ട് വാ. അടുത്ത് എന്തിനാ മറഞ്ഞു നിൽക്കുന്നേ? എന്തിനാ മടിച്ചു നിൽക്കുന്നേ? ധൈര്യത്തോടെ വാ. 3 കാര്യം ചൂണ്ടിക്കാണിച്ചാ ഇങ്ങോട്ട് വിളിക്കുന്നേ. അകന്നു പോകാൻ 2 കാര്യം. ആ കാര്യം 2 കാരണം. 1 തുറമന സാക്ഷി, 2 നല്ല ഹൃദയവുമില്ല. അതുകൊണ്ടാണ് അകന്നു പോയത്. ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. 3 കാര്യം കാണിച്ചു വെച്ച് അടുത്തോട്ട് വിളിച്ചു. പിന്നെ അടുത്തോട്ട് വരുമ്പം 2 വിധത്തിലെ ശുദ്ധീകരണം. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും. ആന്തരിക ശുദ്ധീകരണം അവിടെ ഉണ്ട്. ഹൃദയങ്ങൾ തളിക്കണം. ഹൃദയം അകത്തല്ലേ, ഹൃദയത്തിൽ തളിക്കണം. എന്ത് തളിക്കണം? രക്തം, യേശുവിൻ്റെ രക്തം. ബാഹ്യ ശുദ്ധീകരണം അതാ വാക്യം. ശുദ്ധവെള്ളത്താൽ ശരീരം. ആ വെള്ളം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്, മായമില്ലാത്ത തിരുവചനം. ആ വചനത്താൽ കഴുകണം. അങ്ങനെ കഴുകി അടുത്തോട്ട് വരണം. നിന്നെ സ്വീകരിക്കുന്ന യേശുവുണ്ട്, രക്ഷിക്കുന്ന യേശുവുണ്ട്. സ്തോത്രം. നീ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. ആരുമില്ലല്ലോ, എന്തിനാ ഞാൻ ജീവിക്കുന്നേ, ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ, അങ്ങനെയുള്ള ചിന്ത വല്ലതും ഉണ്ട്. ഇന്ന് രാത്രി വിടണം. നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്, രക്ഷിക്കുന്ന യേശുവുണ്ട്, വിടിവിക്കുന്ന യേശു ക്രിസ്തുവുണ്ട്, സംരക്ഷിക്കുന്ന കർത്താവുണ്ട്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഒരു നല്ല കാര്യം കരുതി വെച്ചിട്ടുണ്ട്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും നിരാശപ്പെട്ടു പോകരുത്. നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ആദരിക്കുന്ന ദൈവമുണ്ട്, സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. ധൈര്യത്തോടെ ഇന്ന് രാത്രി അടുത്തു വാ. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി അടുത്ത് വരികയാ. കൈക്കൊള്ളണം, ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത്. ഇന്ന് രാത്രി ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. ആ രക്ഷിതാവിനെ കൈക്കൊണ്ട് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണമേ പാടുന്നുള്ളൂ, മൊത്തം പാടുന്നില്ല, സമയം പോയല്ലോ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, ആകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, ആകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുകിൽ. ഓ പാപം പോക്കിടൂ, നിൻ രോഗം നീക്കിടൂ. പാപം പോക്കിടൂ, നിൻ രോഗം നീക്കി. അവൻ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടൂ. അവൻ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ.
മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ വീടട്ടെ ആമേ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിലയ്ക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നലെയും ഇന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്ക് നന്ദി. ഇന്നലെയും ഇന്നും ഇതുവരെ എന്നെ കേട്ടിരുന്ന ബഹുമാനായ എല്ലാവർക്കും നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ആവതുള്ളവര് 1 മിനിറ്റ് ആ 2 കരങ്ങളും ഒന്ന് ഉയർത്തി വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും. കരകൾ വീശി. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഒരിക്കൽ കൂടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ചില ദിവസങ്ങൾ ഈ രാജ്യത്ത് കാണും. ദൈവം അനുവദിച്ച 12-ാം തീയതി തിരിച്ചു പോകുന്നത്. ചില കൂട്ടായ്മകളുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷെ ഒന്നിച്ചു കൂടാ. തിരുവല്ലയിലെ ഒരു കൂട്ടായ്മയുണ്ട്. നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ സാഹചര്യം